ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ സെക്കൻഡിലെ ബ്ലോക്ക് ഫസ്റ്റിലെ തേർഡ് യൂണിറ്റിലേക്കാണ് കിടക്കുന്നത്. ബ്ലോക്ക് ഫസ്റ്റ് തേർഡ് യൂണിറ്റ് ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യ. ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയെ ഒരു ഐഡിയോളജിക്കൽ ചിത്രമാണ് ഇവിടെ നൽകുന്നത്. ഒരു യുക്തിപൂർവമായിട്ടുള്ള ഇന്ത്യയുടെ ചിത്രം, രേഖാചിത്രമാണ് നമ്മൾക്കിവിടെ ഡിസ്കഷൻ നടത്താനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഐഡിയ എന്ന് പറഞ്ഞാൽ ആശയം അല്ലേ? അപ്പോൾ ഒരു ആശയപരമായിട്ടുള്ള ചിത്രം, ഇന്ത്യയുടെ ആശയപരമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിസ്കഷൻ നടത്താനുള്ളത്. അപ്പോൾ നോക്കൂ, ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യ. അതിൽ നമുക്ക് എന്താണ് ഐഡിയോളജിക്കൽ ഇമേജ് എന്ന് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ഐഡിയോളജിക്കൽ ഇമേജ്? ഐഡിയോളജിക്കൽ ഇമേജ് എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഐഡിയോളജി റെഫേഴ്സ് ടു ദ വേൾഡ് വ്യൂ ഓഫ് എ സൊസൈറ്റി ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് വാല്യൂ, ബിലീഫ്, ഐഡിയാസ് ആൻഡ് അസംഷൻ. അതായത് ഒരു സമൂഹത്തിൻ്റെയും വ്യക്തികളുടെയും വാല്യൂസ്, മൂല്യങ്ങളും വിശ്വാസങ്ങളും ആശയങ്ങളും ധാരണകളും എന്നിവ ചേർന്ന് ഉണ്ടാകുന്ന സൃഷ്ടിയെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്തയെയാണ് എന്ത് പറയുന്നത്? ഐഡിയോളജിക്കൽ ഇമേജ്. ഐഡിയോളജിക്കൽ ഇമേജ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഐഡിയോളജി റിഫേഴ്സ് ടു ദ വേൾഡ്. വേൾഡിനെ എങ്ങനെ കാണുന്നു? വേൾഡ് വ്യൂ ഓഫ് എ സൊസൈറ്റി ഇൻക്ലൂഡിങ്, സമൂഹത്തെ, ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്? മൂല്യങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും ധാരണകളിലൂടെയും വ്യക്തമാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഐഡിയോളജിക്കൽ ഇമേജ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കൺസെപ്റ്റ് ദാറ്റ് help people understand the world but may also hide social interest. അതേപോലെ തന്നെ ലോകത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആശയങ്ങളുടെ ഒരു സിസ്റ്റമാണ് എന്ത്? ആശയങ്ങളുടെ ഒരു സിസ്റ്റമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കൺസെപ്റ്റ് ബട്ട് ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ബട്ട് മൈ ആൾസോ ഹൈഡ് സോഷ്യൽ ഇൻട്രസ്റ്റ്. ലോകത്തെ, വേൾഡിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആശയങ്ങളുടെ ഒരു സമ്പ്രദായമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. മാത്രമല്ല, സാമൂഹിക താല്പര്യങ്ങളെ മറച്ചു വെക്കാനും ഇതിന് കഴിയും. സോഷ്യൽ ഇൻട്രസ്റ്റിനെ മറച്ചു വെക്കുന്നതിനും, എന്നാൽ ലോകത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആശയങ്ങളുടെ ഒരു സിസ്റ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്? ഐഡിയോളജിക്കൽ ഇമേജ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കൺസെപ്റ്റ് ദാറ്റ് ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. അതായത് ലോകത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആശയങ്ങളുടെ ഒരു സമ്പ്രദായമാണ് ഏത്? ഐഡിയോളജിക്കൽ ഇമേജ്. ഇതിലൂടെ എന്തിനെ മറച്ചു വെക്കാനും കഴിയും? സാമൂഹിക താല്പര്യങ്ങളെ ഹൈഡ് ചെയ്യുന്നതിനും, ഹൈഡ് ചെയ്യാനും മറച്ചു വെക്കാനും സാധിക്കുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഐഡിയോളജി ടെൻഡ്സ് ടു ഫോം a closed and internally consistent system. ഐഡിയോളജി എന്നത് സാധാരണയായി ക്ലോസ്ഡ് പറഞ്ഞാൽ എന്താ? അടഞ്ഞതും, എന്നാൽ ആന്തരികമായി എങ്ങനെയുള്ളതാണ്? ഇന്റേണലി കൺസിസ്റ്റന്റ് സിസ്റ്റം. അത് ഇന്റേണലായി ഏകോപിതമായ ഒരു സംവിധാനമാണ്. ഐഡിയോളജി ടെൻഡ്സ് ടു ഫ്രം എ ക്ലോസ്ഡ്. അതായത് ഐഡിയോളജി എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്, അടഞ്ഞ വ്യവസ്ഥയുമാണ്. അതിനോടൊപ്പം തന്നെ ഇന്റേണലി ആയിട്ട് അതെങ്ങനെയാണ്? ഏകോപിതമായിട്ടുള്ള ഒരു സംവിധാനവുമാണ്. ഇന്റേണലി അത് കൺസിസ്റ്റന്റ് സിസ്റ്റമാണ്, എന്നാൽ അത് ക്ലോസ്ഡുമാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ് ഐഡന്റിറ്റി ടു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റി ഇൻ റിലേഷൻ ടു അതർ. വ്യക്തികൾക്കും, ഇൻഡിവിജ്വൽസ് മീൻസ് വ്യക്തികൾ, ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താണ്? സംഘങ്ങൾ. അപ്പൊ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും സമൂഹത്തിനും മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ തിരിച്ചറിവ് നൽകുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഐഡന്റിറ്റി ടു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റി ഇൻ റിലേഷൻ ടു അതേഴ്സ്. വ്യക്തികൾക്കും
സംഘങ്ങൾക്കും സമൂഹത്തിനും മറ്റുള്ളവരോടുള്ള ബന്ധത്തിന്റെ തിരിച്ചറിവ് നൽകുന്നതാണ് ഏത്? ഐഡിയോളജിക്കൽ ഇമേജ്. അപ്പൊ ഐഡിയോളജിക്കൽ ഇമേജ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് ഐഡന്റിറ്റി ടു ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ആൻഡ് സൊസൈറ്റി ഇൻ റിലേഷൻ ടു അതർ. വ്യക്തികൾക്കും സംഘങ്ങൾക്കും സമൂഹത്തിലെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിന്റെ തിരിച്ചറിവ് നൽകുന്നു. അപ്പൊ നമുക്കറിയാം, ഓരോരുത്തരോടും ഓരോ ബന്ധങ്ങളായിരിക്കും. അമ്മയെ നമ്മൾ മാതാവായിട്ടും ജനനിയായിട്ടും അച്ഛനെ പിതാവായിട്ടും സുഹൃത്തിനെ നമ്മളുടെ ആത്മസുഹൃത്തായിട്ടും അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോ റിലേഷനാണ് സമൂഹത്തിൽ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി തരാൻ ഏതിന് കഴിയും? ഐഡിയോളജിക്കൽ ഇമാജിനേഷന് സാധിക്കും. അടുത്ത പോയിന്റ് ആട്ടോ. ഐഡിയോളജിക്കൽ ഇമേജ് മീൻസ് എ ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് പോർട്രിയൽ ഓഫ് സൊസൈറ്റി. അതേപോലെ തന്നെ ഐഡിയോളജിക്കൽ ഇമേജ് എന്നത് ഒരു സമൂഹത്തിന്റെ വ്യക്തമായും പ്രത്യേകമായുള്ള അവതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഐഡിയോളജിക്കൽ ഇമേജ് എ ക്ലിയർ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റീവ് പോർട്രിയൽ ഓഫ് സൊസൈറ്റി. ഐഡിയോളജിക്കൽ ഇമേജ് എന്നത് ഒരു സമൂഹത്തിന് വ്യക്തമായും പ്രത്യേകമായുള്ള അവതരണത്തെ സൂചിപ്പിക്കുന്നു. ക്ലിയർ ആയിട്ടുള്ള അവതരണത്തെ സൂചിപ്പിക്കുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഷോസ് ഹൗ പീപ്പിൾ തോട്ട്, ആക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ ആർ ഷേപ്ഡ് അക്രോസ് കൾച്ചർ, സ്പേസ് ആൻഡ് ടൈം. അതായത് സാംസ്കാരിക സ്ഥലം, അതേപോലെ തന്നെ കാലവ്യത്യാസങ്ങളിലൂടെ മനുഷ്യരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഇടപെടലുകളും എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ഇത് കാണിക്കുന്നു. ഇറ്റ് ഷോസ് ഹൗ പീപ്പിൾ തോട്ട്, ആക്ഷൻ ആൻഡ് ഇന്ററാക്ഷൻ ആർ ഷേപ്ഡ് അക്രോസ് കൾച്ചർ, സ്പേസ് ആൻഡ് ടൈം. സാംസ്കാരികപരമായിട്ടുള്ള സ്ഥലവും കാലവും കാലവ്യത്യാസങ്ങളിലൂടെ മനുഷ്യരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഇടപെടലുകളും എങ്ങനെ രൂപപ്പെടുന്നു എന്നതാണ് ഐഡിയോളജിക്കൽ ഇമേജ് നമുക്ക് കാണിച്ചു തരുന്നത്. സാംസ്കാരികപരമായിട്ടുള്ള കൾച്ചർ, സ്പേസ് ആൻഡ് ടൈം, അതായത് സാംസ്കാരിക സ്ഥലം കാലവ്യത്യാസങ്ങളിലൂടെ മനുഷ്യരുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഇടപെടലുകളും എങ്ങനെ രൂപപ്പെടുന്നു എന്നാണ് നമുക്കിത് മനസ്സിലാക്കി തരുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, it explains social change, transition and transformation in a holistic manner. അതേപോലെ തന്നെ സാമൂഹിക മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ, മാറ്റഘട്ടങ്ങൾ എന്നിവയെ സമഗ്രമായി വിശദീകരിക്കുന്നു. ഇറ്റ് എക്സ്പ്ലെയിൻ സോഷ്യൽ ചേഞ്ച്, ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ എ ഹോളിസ്റ്റിക് മാനർ. സാമൂഹികപരമായ സോഷ്യൽ ചേഞ്ചിനെയും ട്രാൻസിഷൻ പരിവർത്തനങ്ങളെയും മാറ്റഘട്ടങ്ങൾ എന്നിവയൊക്കെ വിശദീകരിക്കാൻ ഏതിനു സാധിക്കുന്നുണ്ട്? ഐഡിയോളജിക്കൽ ഇമാജിന് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഐഡിയോളജിക്കൽ ഇമേജ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ വ്യക്തമാക്കി തന്നത്. ഇനി നമുക്ക് ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യയിലെ ഐഡിയോളജിക്കൽ ഇമേജിനെ കുറിച്ച്, അതായത് ഇന്ത്യയിലെ ആശയപരമായിട്ടുള്ള ചിത്രത്തെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് seen as the world largest democracy with a written constitution. അതായത് ഒരു എഴുതപ്പെട്ട ഭരണഘടനയിലൂടെ ഇന്ത്യ എന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്? ഇറ്റ് ഈസ് seen as the world largest, മകളെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ, ഇത് പറഞ്ഞിട്ട് ആ പോയിന്റ് പറയാം. ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യ, അതിലെ ഇന്ത്യ ഈസ് വൈഡ്ലി വീവ്ഡ് ആസ് എ പ്ലൂറാലിസ്റ്റിക് ആൻഡ് കൾച്ചറലി ഡൈവേഴ്സ് സിവിലൈസേഷൻ. ഇന്ത്യയുടെ ബഹുസ്വരതയും സാംസ്കാരിക വൈവിധ്യവും നിറഞ്ഞ ഒരു മഹത്തായ നാഗരികതയായി കാണുന്നു. അപ്പൊ ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യ ഫസ്റ്റ് പോയിന്റ് ഇവിടെയാണ് കിടക്കുന്നത്. ടീച്ചർ ഇതാണ് ആദ്യം പറഞ്ഞത്, ഇത് രണ്ടാണ്, ഇതാണ് ഫസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് പറയേണ്ടത്. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ? ഐഡിയോളജിക്ക് ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അപ്പൊ ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യ എന്ന ഈ ഒരു ടോപ്പിക്കിൽ അനലൈസ് ചെയ്യുന്നത് ഇന്ത്യ ഈസ് വൈഡ്ലി വ്യൂഡ് ആസ് എ പ്ലൂറാലിസ്റ്റിക് ആൻഡ് കൾച്ചറലി ഡൈവേഴ്സ് സിവിലൈസേഷൻ. ഇന്ത്യയെ ഒരു ബഹുസ്വരതയും കൾച്ചറലി ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാംസ്കാരിക വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു നാഗരികതയുമായി കണക്കാക്കാൻ ഏതിനും സാധിക്കുന്നു? ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യക്ക് കഴിയുന്നു.
India is widely viewed as a pluralistic and culturally diverse civilization. ഇന്ത്യയെ ഒരു ബഹുസ്വരതയുടെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും നാഗരികമായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നു. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റിലാണ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സീൻ ആസ് ദ വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസി വിത്ത് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഒരു എഴുതപ്പെട്ട ഭരണഘടന ലോകത്തിൽ എവിടെ മാത്രമാണുള്ളത്? ഇന്ത്യയിൽ മാത്രം. ഒരു എഴുതപ്പെട്ട ഭരണഘടനയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ എന്ത് ചെയ്യുന്നു? പരിഗണിക്കുന്നു. അപ്പൊ എഴുതപ്പെട്ടതും അതേപോലെ തന്നെ ജനാധിപത്യവും നിലനിൽക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യ എന്ന ഈ നമ്മുടെ രാജ്യത്തെ കണക്കാക്കുന്നത് എന്നാണ് ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യയിൽ പറയുന്നത്. ഇറ്റ് ഈസ് സീൻ ആസ് ദ വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസി വിത്ത് എ ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല് എഴുതപ്പെട്ട ഭരണഘടനയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമായിട്ടാണ് ഇന്ത്യയെ കാണുന്നത്. ആൻഡ് ദെൻ തേർഡ് പോയിന്റ് ആണ്, India's image includes secularism, multiple religion, free press, independent judiciary and intellectual life. അതേപോലെ തന്നെ മതേതരത്വം, അതേപോലെ മൾട്ടിപ്പിൾ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? പലതരത്തിലുള്ള മതങ്ങൾ, ഫ്രീ പ്രസ് സ്വതന്ത്രമായ മാധ്യമങ്ങൾ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, അതേപോലെ തന്നെ ഇന്റലക്ച്വൽ ലൈഫ് ബുദ്ധിജീവി സമൂഹം എന്നിവയാണ് ഇന്ത്യയുടെ ചിത്രത്തിന്റെ ഭാഗങ്ങൾ. അപ്പൊ ഇന്ത്യയുടെ ഐഡിയോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പെടുക? ഇന്ത്യാസ് ഇമേജ്, ഇന്ത്യയുടെ ചിത്രം നോക്കുമ്പോൾ ഇന്ത്യാസ് ഇമേജ് ഇൻക്ലൂഡ്, ഇന്ത്യയുടെ ചിത്രം നോക്കുമ്പോൾ എന്താണ് ഇന്ത്യയുടെ പ്രത്യേകത? സെക്യുലാറിസം മതേതരത്വം, മൾട്ടിപ്പിൾ റിലീജിയൻ വ്യത്യസ്ത മതങ്ങൾ, ഫ്രീ പ്രസ് സ്വതന്ത്രമായ മാധ്യമങ്ങൾ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ഇന്റലക്ച്വൽ ലൈഫ് ബുദ്ധിജീവി സമൂഹം തുടങ്ങിയവയൊക്കെയാണ് ഇന്ത്യയുടെ ഇമാജിൻ അഥവാ ഇന്ത്യയുടെ ഐഡിയോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയുടെ ഇമേജ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ രേഖാചിത്രം. ഇത്രയും ആളുകളാണ് ഇതിൽ ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ഇന്ത്യയുടെ ഐഡിയോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കൂ, ദിസ് ഇമേജ് ആർ പാർട്ട്ലി ട്രൂ but often exaggerated into a glorified picture of India. അതേപോലെ തന്നെ ഈ ചിത്രങ്ങൾ ഭാഗികമായി സത്യമായിരുന്നാലും പലപ്പോഴും അതിശയോക്തിയോടെ മഹത്വൽക്കരിക്കപ്പെടുന്നു. അപ്പൊ ഇന്ത്യയുടെ ഈ ചിത്രങ്ങൾ എന്തൊക്കെ ചിത്രങ്ങളാ? സെക്യുലാറിസവും മൾട്ടിപ്പിൾ റിലീജിയനും ഫ്രീ പ്രസ്സും ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയും ഇന്റലക്ച്വൽ ലൈഫും, ഇതൊക്കെയാണ് ഇന്ത്യയുടെ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ചിത്രങ്ങൾ നമുക്ക് ഭാഗികമായി സത്യമാണെങ്കിലും ഇവയൊക്കെ നമുക്ക് എന്ത് നൽകുന്നുണ്ട്? ഗ്ലോറിഫൈഡ് പിക്ചർ. മഹത്വ അതിശയോക്തിയിലൂടെ മഹത്വൽക്കരിക്കുന്നു. എക്സാഗ്രേറ്റഡ് ഇൻ ടു എ ഗ്ലോറിഫൈഡ് പിക്ചർ, അതായത് നമ്മളെ ഗ്ലോറിഫൈഡ് ചെയ്യാൻ മഹത്വൽക്കരിക്കുക. എക്സാഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിശയോക്തിയിലൂടെ നമുക്ക് ഇന്ത്യയുടെ ഈ ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നു? മഹത്വൽക്കരിക്കുന്നു. ദിസ് ഇമേജ് ആർ പാർട്ട്ലി ട്രൂ, ഇതൊക്കെ ചിലപ്പോൾ ഭാഗികമായിട്ടേ സത്യം ഉണ്ടായിരിക്കുള്ളൂ. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, വ്യത്യസ്ത മതങ്ങളാണ്, സ്വതന്ത്രമായ പ്രസ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഇതിലൊക്കെ നമുക്കൊരു ഭാഗികമായിട്ടേ സത്യം നിലനിൽക്കുന്നു എങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ രേഖാചിത്രം എന്ന് പറയുന്നത് ഒരു ഗ്ലോറിഫൈഡ് പിക്ചർ ഓഫ് ഇന്ത്യ, അതായത് മഹൽവൽക്കരിക്കപ്പെടുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇതൊക്കെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ, പോയിന്റ് ആക്കി എഴുതിയെന്നേ ഉള്ളൂ. ഇതൊക്കെ ഓരോ പോയിന്റ് ഓരോന്നിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റിൽ പറയാണ്, this glorified leads to the celebration of the idea of India or Indian ideology. ഇതുവഴി ഇന്ത്യയുടെ ആശയം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ
ഇന്ത്യൻ ഐഡിയോളജി, ഇന്ത്യയുടെ ഈ ഇത്തരത്തിലുള്ള ചിന്തയുടെ എന്ത് രൂപപ്പെടുന്നു? ഒരു സെലിബ്രേഷൻ തന്നെ, ഗ്ലോറിഫിക്കേഷൻ രൂപപ്പെടുന്നു. Glorified leads to the celebration of the idea of India or Indian ideology. ഇന്ത്യയുടെ ഐഡിയയെ കുറിച്ചും ഇന്ത്യൻ ഐഡിയോളജിയെ കുറിച്ചും മഹത്വൽക്കരിക്കുന്നത് ഏതിലൂടെയാണ്? സെലിബ്രേഷനിലൂടെയാണ്, ആഘോഷങ്ങളിലൂടെയാണ്. കാരണം ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ആണ്. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഒരൊറ്റ സംസ്കാരമേ ഫോളോ ചെയ്യുള്ളൂ. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല. ഇവിടെ എത്ര സംസ്ഥാനങ്ങളുണ്ടോ? 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലകൊള്ളുന്ന ഒരു വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യം. ലോകത്തിലെ തന്നെ ആദ്യം ചൈന ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ വേൾഡ് പോപ്പുലേഷൻ നമ്മൾ ബേസ് ചെയ്യുമ്പോൾ ഇന്ത്യ തന്നെയാണ് മുന്നിൽ. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ ഒരു രാജ്യത്തിന്റെ കൾച്ചർ എന്ന് പറയുന്നത് വളരെ വൈവിധ്യങ്ങളാണ്. ആ കൾച്ചർ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്തിലൂടെയാണ്? സെലിബ്രേഷൻ, നമ്മളുടെ പല ആഘോഷങ്ങളിലൂടെയാണ്. 29 സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്തമായ സെലിബ്രേഷൻ ആണുള്ളത് അല്ലേ. അപ്പൊ നമ്മളുടെ ഓരോ സെലിബ്രേഷനുകളും ഇപ്പൊ കേരളത്തിൻ്റെതായിട്ടുള്ള പല സെലിബ്രേഷൻസും ഉണ്ട്. അതേപോലെ മറ്റു സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള പല സെലിബ്രേഷൻസും ഉണ്ട്. ആ ആഘോഷങ്ങളിലൂടെയൊക്കെയാണ് അവരവരുടെ സംസ്കാരത്തെ എടുത്തു കാണിക്കുന്നത്. അത് ഇന്ത്യയുടെ മാത്രം ഒരു മഹത്വമാണ്, ഗ്ലോറിഫൈഡ് ആണ്. അതാണ് ദിസ് ഗ്ലോറിഫൈഡ് ലീഡ്സ് ടു ദ സെലിബ്രേഷൻ ഓഫ് ദ ഐഡിയ ഓഫ് ഇന്ത്യ ഓർ ഇന്ത്യൻ ഐഡിയോളജി എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, India ideology is shared by many intellectuals in India and abroad. ഇന്ത്യയിലെ പല വിദേശത്തുമുള്ള നിരവധി ഇന്ത്യൻ ബുദ്ധിജീവികൾ ഈ അടയാള ചിന്ത പങ്കുവെക്കുന്നു. ഇന്ത്യയിൽക്കാരെ എവിടെ മാത്രമല്ല നിൽക്കുന്നുള്ളൂ, എബ്രോഡ് പറഞ്ഞാൽ ഇങ്ങനെ വിദേശത്ത് പോലും ഇന്ത്യയുടെ ഇന്റലക്ച്വൽസ് എവിടെ ഉണ്ട് എന്നാ പറയണേ? ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ വിദേശത്ത് പോലും അവരുടെ കഴിവുകൾ പ്രകടമാക്കുന്നു. ഇന്ത്യൻ ഐഡിയോളജി വിദേശത്ത് പോലും, അബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫോറിൻ കൺട്രികൾ, ആ ഫോറിൻ കൺട്രികളിൽ പോലും ഷെയർ ചെയ്യുന്നത് ആരാണ്? ഇന്ത്യയിലെ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകളാണ്. ഐഡിയോളജി എയിംസ് ബോത്ത് ടു എക്സ്പ്ലെയിൻ സൊസൈറ്റി ആൻഡ് ടു ചേഞ്ച് ഇറ്റ്. മാത്രമല്ല ഈ ചിന്ത സമൂഹത്തെ വിശദീകരിക്കുന്നതിനും മാറ്റത്തിനും ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ ഐഡിയോളജിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? സൊസൈറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും സമൂഹത്തെ വിശദീകരിക്കുന്നതിനും ടു ചേഞ്ച് ഇറ്റ്, ആ മാറ്റം ചെയ്യുന്നതിനും കാരണമാകുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യൻ ഇന്റലക്ച്വൽ ക്രിറ്റിക്കലി എക്സാമിൻ സോഷ്യൽ പ്രോബ്ലം ലൈക്ക് പോവർട്ടി, ഇൻഇക്വാലിറ്റി, ഇലിറ്ററസി, ഡിസ്ക്രിമിനേഷൻ, കറപ്ഷൻ ആൻഡ് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ. അതായത് ഇന്ത്യയിലെ ബുദ്ധിജീവികള് വിമർശനാത്മകമായി എന്തിനെ കുറിച്ചാ പഠിക്കുന്നത്? ഇന്ത്യയിൽ നിലനിൽക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഇവിടുത്തെ ഇന്ത്യൻ ഇന്റലക്ച്വൽസ് എന്താണ് വിമർശനാത്മകമായി പരിശോധിക്കുന്നത്? ഇന്ത്യയുടെ ദാരിദ്ര്യം, പോവർട്ടി, ഇൻഇക്വാലിറ്റി അസമത്വം, ഇലിറ്ററസി നിരക്ഷരത, ഡിസ്ക്രിമിനേഷൻ ചൂഷണം, കറപ്ഷൻ എന്ന് പറയുമ്പോൾ അഴിമതി, ആൻഡ് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ പരിസ്ഥിതി നശീകരണം തുടങ്ങിയ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഇന്ത്യൻ ബുദ്ധിജീവികൾ എന്ത് ചെയ്യുന്നു? വിമർശനാത്മകമായി പരിശോധന നടത്തുന്നു. അതും ഇന്ത്യയുടെ ഒരു ഐഡിയോളജി തന്നെയാണ്, ഐഡിയോളജിക്കൽ ഇമേജസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഐഡിയോളജിക്കൽ ഇമേജസിൽ എന്ത് വരുന്നുണ്ട്? ഇന്ത്യയിലെ ഇന്റലക്ച്വൽ പീപ്പിൾസ് എന്തിനെ കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നത്? എന്ത് പ്രശ്നത്തെ കുറിച്ചാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്? ഇന്ത്യയുടെ ദാരിദ്ര്യത്തെ, പോവർട്ടിയെ കുറിച്ചും, ഇൻഇക്വാലിറ്റിയെ കുറിച്ചും, ഇലിറ്ററസിയെ കുറിച്ചും, ഡിസ്ക്രിമിനേഷനെ കുറിച്ചും, കറപ്ഷനെ കുറിച്ചും, എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിമർശിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, പെറി ആൻഡർസൺ. അതായത് പെറി ആൻഡർസൺ എന്നൊരു സോഷ്യോളജിസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാണ്. പെറി നാട്ടോ, PERRY. പെറി ആൻഡർസൺ ഐഡന്റിഫൈ 3 phases ഓഫ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി.
പെറി ആൻഡർസണിന്റെ അഭിപ്രായത്തിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ആധുനിക ഇന്ത്യൻ ചരിത്രത്തിന് 3 ഘട്ടങ്ങളുണ്ട് എന്നാണ് ആര് അഭിപ്രായപ്പെടുന്നത്? പെറി ആൻഡർസൺ വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണത്? സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് അണ്ടർ ഗാന്ധി, ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരം. സെക്കൻഡ് വൺ, പാർട്ടീഷൻ ഓഫ് 1947, 1947 ഇന്ത്യ വിഭജനം. പാർട്ടീഷൻ ഓഫ് 1947, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2ആയി കീറിമുറിച്ചു. അതാണ് പാർട്ടീഷൻ ഓഫ് 1947. ആൻഡ് തേർഡ് വൺ, ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക്. അപ്പൊ 3 കാറ്റഗറി ഉണ്ട് ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററിക്ക് എന്നാണ് പെറി ആൻഡർസൺ എന്ന സോഷ്യോളജിസ്റ്റ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 3 എണ്ണം? സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് അണ്ടർ ഗാന്ധി, പാർട്ടീഷൻ ഓഫ് 1947, ഫോർമേഷൻ ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വളരെ നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത്രയൊന്നും വേണ്ട. നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാക്കാൻ കഴിയുന്ന പരമാവധി പോയിന്റുകളായിട്ടാണ് ടീച്ചർ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എഴുതിയെടുക്കുക. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യുക. ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ ഒരു യൂണിറ്റിൽ തന്നെ മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഓക്കെ ഹൈ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. നോക്കൂ, പ്ലൂറാലിസം ആൻഡ് നാഷണാലിസം. അപ്പോൾ പ്ലൂറാലിസത്തിലും നാഷണാലിസത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് പ്ലൂറാലിസം എന്ന് പറയുമ്പോൾ ബഹുസ്വരത എന്നൊക്കെ പറയും അല്ലേ? ബഹുസ്വരതയ്ക്കാണ് പ്ലൂറാലിസം എന്ന് പറയുക. നാഷണാലിസം എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയത. അപ്പോൾ ഈ പ്ലൂറാലിസവും നാഷണാലിസവും എന്തൊക്കെ ഡിഫറൻസ് ആണ് ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ നോക്കൂ, പ്ലൂറാലിസം മീൻസ് കോഎക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ കൾച്ചേഴ്സ്, റിലീജിയൻസ്, ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്. ബഹുസ്വരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത സംസ്കാരങ്ങൾ, മൾട്ടിപ്പിൾ കൾച്ചേഴ്സ് എന്നാണ് പറയണത്. മൾട്ടിപ്പിൾ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്ത സംസ്കാരങ്ങൾ, റിലീജിയൻ മതങ്ങൾ, ലാംഗ്വേജ് ഭാഷകൾ, സോഷ്യൽ ഗ്രൂപ്പ് സാമൂഹിക ഗ്രൂപ്പുകൾ, ഇവയൊക്കെ ഒരുമിച്ച് നിലനിൽക്കുക. ഇവയൊക്കെ കോഎക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് നിലനിൽക്കുക. ഇവയൊക്കെ ഒരുമിച്ച് നിലനിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്ലൂറാലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്ലൂറാലിസം മീൻസ് കോഎക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്പിൾ കൾച്ചേഴ്സ്, റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്. അതായത് പല വിധത്തിലുള്ള സംസ്കാരങ്ങളും റിലീജിയൻസും ലാംഗ്വേജൻസും സോഷ്യൽ ഗ്രൂപ്പുകളും ഒരുമയോടുകൂടി നിലനിൽക്കുന്നതിനെയാണ് പ്ലൂറാലിസം എന്ന് വ്യക്തമാക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് അലോ ഡിഫറെന്റ് ബിലീഫ് ടു എക്സിസ്റ്റ് പീസ്ഫുള്ളി വിത്തൗട്ട് ലൂസിങ് ദെയർ ഐഡന്റിറ്റി. അതായത് ഡിഫറെന്റ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്ത വിശ്വാസങ്ങൾ തമ്മിൽ സംഘർഷമില്ലാതെ സമാധാനത്തോടെ നിൽക്കുന്നത് ഇത് അംഗീകരിക്കുന്നു. അപ്പോൾ പ്ലൂറാലിസം ബഹുസ്വരത എന്താണ് അംഗീകരിക്കുന്നത്? ഇറ്റ് അലോ ഡിഫറെന്റ് ബിലീഫ്, വ്യത്യസ്ത വിശ്വാസങ്ങൾ, ടു എക്സിസ്റ്റ് ഒരുമിച്ച് നിൽക്കുന്നു. എങ്ങനെ? പീസ്ഫുള്ളി സമാധാനപരമായി, വിത്തൗട്ട് ദയർ ഐഡന്റിറ്റി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ വ്യത്യസ്ത വിശ്വാസങ്ങൾ ഒരുപോലെ നിലനിൽക്കുന്നത് എലോ ചെയ്യുന്നുണ്ട്. ഏത്? പ്ലൂറാലിസം, ബഹുസ്വരത. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ്, ഇന്ത്യ ഈസ് ഹിസ്റ്റോറിക്കലി പ്ലൂറാലിസ്റ്റിക് വിത്ത് ഡൈവേഴ്സ് റിലീജിയൻ, കാസ്റ്റ്, ട്രൈബ് ആൻഡ് ലാംഗ്വേജ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ചരിത്രപരമായിട്ട് ബഹുസ്വരതയുണ്ട്. ഇന്ത്യ പൊതുവെ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി പ്ലൂറാലിസ്റ്റിക് പറഞ്ഞാൽ എന്താണ്? ചരിത്രപരമായിട്ട് ഇന്ത്യയെ കാണുകയാണെങ്കിൽ ഇന്ത്യ ഒരു പ്ലൂറാലിസ്റ്റിക് ആണ്, അതായത് ഒരു ബഹുസ്വര രാഷ്ട്രമാണ്. കാരണം ഡൈവേഴ്സ് റിലീജിയൻ, വ്യത്യസ്ത മതങ്ങൾ, കാസ്റ്റ്, ട്രൈബ് ആൻഡ് ലാംഗ്വേജ്, വ്യത്യസ്ത മതങ്ങൾ കൊണ്ടും കാസ്റ്റ് ജാതികൾ കൊണ്ടും
ട്രൈബ് ഗോത്രവർഗ്ഗങ്ങൾ കൊണ്ടും ലാംഗ്വേജ് ഭാഷകൾ കൊണ്ടും ഇന്ത്യ ഡൈവേഴ്സ് ആണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സമൂഹം ഇതൊക്കെ ഡൈവേഴ്സ് ആയിട്ട് നമ്മൾ എങ്ങനെ നിലകൊള്ളുന്നു? പ്ലൂറാലിസ്റ്റിക് ആയിട്ട് ബഹുസ്വരതയോടുകൂടി നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ ഈസ് ഹിസ്റ്റോറിക്കലി പ്ലൂറാലിസ്റ്റിക് എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, റിലീജിയസ് പ്ലൂറാലിസം പ്രൊമോട്ട് റെസ്പെക്ട് ഫോർ കോർ വാല്യൂസ് rather than minor differences. അതായത് റിലീജിയസ് പ്ലൂറാലിസം, അതായത് എന്ത് ചെയ്യുന്നു? റിലീജിയസ് പ്ലൂറാലിസം മതപരമായിട്ടുള്ള ബഹുസ്വരത പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? റെസ്പെക്ട് ഫോർ കോർ വാല്യൂസ്. മതപരമായ ബഹുസ്വരത അടിസ്ഥാനപ്പെടുത്തുന്നത് എന്തിനെയാണ്? മൂല്യങ്ങൾക്കാണ്. ഒരുപാട് മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. ചെറിയ വ്യത്യാസങ്ങളെ എന്ത് ചെയ്യുന്നു? അവഗണിക്കുന്നു. അപ്പോൾ റിലീജിയസ് പ്ലൂറാലിസം നിലനിൽക്കാനുള്ള കാരണം തന്നെ എന്താണ്? മൂല്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അത് ചെറിയ മൈനർ ഡിഫറൻസിനെ എന്ത് ചെയ്യുന്നു? തള്ളിക്കളയുന്നു. ഇപ്പൊ റിലീജിയസ് പ്ലൂറാലിസം പ്രൊമോട്ട്, മതപരമായിട്ടുള്ള ബഹുസ്വരത എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? മൂല്യങ്ങളെ, കോർ വാല്യൂസ്. എന്തിനെ തടയുന്നു? റദർ ദാൻ മൈനർ ഡിഫറൻസസ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വാല്യൂസിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് നിലനിൽക്കുന്നത്? റിലീജിയസ് പ്ലൂറാലിസം, അതായത് മതപരമായ ബഹുസ്വരത നിലനിൽക്കുന്നത്. ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് എസെൻഷ്യൽ ഫോർ ട്രൂ പ്ലൂറാലിസം. അതേപോലെ തന്നെ ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് എസെൻഷ്യൽ ഫോർ ട്രൂ പ്ലൂറാലിസം, അതായത് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഏതിൻ്റെ എസെൻഷ്യല്? സത്യസന്ധമായിട്ടുള്ള ബഹുസ്വരത. ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് എസെൻഷ്യൽ ഫോർ ട്രൂ പ്ലൂറാലിസം. സത്യസന്ധമായ ബഹുസ്വരതയുടെ പ്രധാന കാതലാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യം. അപ്പോൾ മതസ്വാതന്ത്ര്യമാണ് ഏതിൻ്റെ എസെൻഷ്യല്? ട്രൂ പ്ലൂറാലിസം, സത്യസന്ധമായ ബഹുസ്വരതയുടെ എസെൻഷ്യൽ കാതൽ. ആൻഡ് ദെൻ പിന്നെന്താ പറയുന്നത്? അതുകൊണ്ട് തന്നെ ബഹുസ്വരത നിലനിൽക്കാൻ എന്താ ആവശ്യമാണ്? മതസ്വാതന്ത്ര്യം ആവശ്യമാണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് എസെൻഷ്യൽ ഫോർ ട്രൂ പ്ലൂറാലിസം എന്ന് പറയുമ്പോൾ ബഹുസ്വരത നിലനിൽക്കണമെങ്കിൽ മതസ്വാതന്ത്ര്യം ആവശ്യവുമാണ്. അപ്പം അതുകൊണ്ടാണ് ട്രൂ പ്ലൂറാലിസത്തിൻ്റെ എസെൻഷ്യൽ ആണ് എന്ത് പറയാനുള്ള കാരണം? ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദെൻ ഈക്വൽ റൈറ്റ് ഓഫ് വർഷിപ്പ് ആൻഡ് പബ്ലിക് എക്സ്പ്രഷൻ സ്ട്രെങ്തൻ പ്ലൂറാലിസം. എല്ലാ മതങ്ങൾക്കും തുല്യമായ ആരാധനയും അതേപോലെ തന്നെ പ്രകടനാവകാശവും ഉണ്ടായിരിക്കണം. ഈക്വൽ റൈറ്റ് ഓഫ് വർഷിപ്പ്. എന്താ വർഷിപ്പ് പറഞ്ഞാൽ? ആരാധന. വിഗ്രഹാരാധന നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ മതത്തിനും വ്യത്യസ്തമായിട്ടുള്ള വർഷിപ്പാണുള്ളത് അല്ലേ? അതുകൊണ്ട് തന്നെ ഈക്വൽ റൈറ്റ് ഓഫ് വർഷിപ്പ്, എല്ലാ മതങ്ങൾക്കും തുല്യമായ ആരാധനയും പബ്ലിക് എക്സ്പ്രഷൻ, പൊതുവായിട്ടുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകടന സ്വാതന്ത്ര്യവും ഒക്കെ ഏതിലൂടെ ലഭ്യമാകുന്നു? സ്ട്രെങ്തൻ പ്ലൂറാലിസം, ഒരു ശക്തമായ ബഹുസ്വരതയുടെ പ്രത്യേകതയാണ് ഈക്വൽ റൈറ്റ് ഓഫ് വർഷിപ്പ് ആൻഡ് പബ്ലിക് എക്സ്പ്രഷൻ. അപ്പോൾ ഒരു ശക്തമായ ബഹുസ്വരതയുടെ പ്രത്യേകതയാണ് തുല്യമായിട്ടുള്ള വിഗ്രഹാരാധന അവകാശവും പബ്ലിക് എക്സ്പ്രഷനും. And then next point, secularism in India means equality of all religion, not separation alone. അതായത് ഇന്ത്യയിലെ സെക്യുലറിസം എല്ലാ മതങ്ങൾക്കും എന്ത് നൽകുന്നു? സമത്വം നൽകുന്നു. ആരെയും ഒറ്റപ്പെടുത്തുന്നില്ല. സെക്യുലറിസം ഇൻ ഇന്ത്യ മീൻസ് ഈക്വാലിറ്റി ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങൾക്കും തുല്യത എന്നതാണ് ഇന്ത്യയുടെ സെക്യുലറിസം. അതുകൊണ്ട് നോട്ട് സെപ്പറേഷൻ അലോൺ, അവിടെ ആരെയും ഒറ്റപ്പെടുത്തുന്നില്ല. ഇന്ത്യൻ സെക്യുലറിസം ഈസ് റൂട്ടഡ് ഇൻ ഈസ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഡൈവേഴ്സിറ്റി. അതുകൊണ്ട് ഇന്ത്യയുടെ സെക്യുലറിസം സാംസ്കാരിക മതവൈവിധ്യത്തിൻ്റെ ഫലമാണ്. ഇന്ത്യൻ സെക്യുലറിസം ഈസ് റൂട്ടഡ് ഇൻ ഈസ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഡൈവേഴ്സിറ്റി. സാംസ്കാരികവും മതപരമായ ഡൈവേഴ്സിറ്റിയുടെ പ്രത്യേകതയാണ് ഇന്ത്യൻ സെക്യുലറിസം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലൂറാലിസം എന്ന ടോപ്പിക്കിലൂടെ ഡിഫൈൻ ചെയ്യാണ്ടായിരുന്നത്. 1 2 3 4 5 6 7 8 8 പോയിന്റ് കേട്ടോ.
8 പോയിന്റുകളാണ് ഈ പ്ലൂറാലിസത്തിൽ ഡിഫൈൻ ചെയ്യാനുള്ളൂ. ഇനി നമ്മൾക്ക് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ അത് 3-4 പാരഗ്രാഫുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ടീച്ചർ ഷോർട്ടായിട്ട് പോയിന്റ് ആക്കി പറഞ്ഞു തരുന്നത്. അടുത്തതാണ് നാഷണാലിസം, ദേശീയത. ദേശീയതയുടെ പ്രത്യേകത എന്തൊക്കെയാണ് നോക്കൂ. നാഷണാലിസം ഈസ് എ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ ലിങ്ക്ഡ് ടു ദ ഫോർമേഷൻ ഓഫ് നാഷൻ സ്റ്റേറ്റ്. അതായത് രാഷ്ട്ര സംസ്ഥാനം രൂപപ്പെടുന്നതിനുള്ള രാഷ്ട്രീയ സിദ്ധാന്തമാണ് ദേശീയത. നാഷണാലിസം ഈസ് എ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ ലിങ്ക്ഡ് ടു ദ ഫോർമേഷൻ ഓഫ് നാഷൻ സ്റ്റേറ്റ്. ഫോർമേഷൻ ഓഫ് നാഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു നാഷനും ഒരു രാഷ്ട്രവും സംസ്ഥാനവും രൂപപ്പെടുന്നതിനുള്ള ഒരു പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ, രാഷ്ട്രീയ സിദ്ധാന്തമാണ് ദേശീയത. നാഷനും സ്റ്റേറ്റും ഫോർമേഷൻ ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? നാഷണാലിസത്തെ കൺസിഡർ ചെയ്യുന്നത്. നാഷണാലിസം ഈസ് എ പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾ ലിങ്ക്ഡ് ടു ദ ഫോർമേഷൻ ഓഫ് നാഷൻ സ്റ്റേറ്റ്. നാഷനും അതായത് രാഷ്ട്രവും സംസ്ഥാനവും ഫോർമേഷൻ ചെയ്യുന്നതിനുള്ള ഒരു പൊളിറ്റിക്കൽ പ്രിൻസിപ്പിളാണ് നാഷണാലിസം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇൻ മൾട്ടിനാഷണൽ സൊസൈറ്റി ലൈക്ക് ഇന്ത്യ നാഷണലിസം എക്സിസ്റ്റ് അറ്റ് ഡിഫറൻറ്റ് ലെവൽ. ഇന്ത്യ പോലുള്ള ഒരു മൾട്ടിനാഷണൽ സൊസൈറ്റി, ബഹുജാതി സമൂഹം എന്ന് പറയും. മൾട്ടിനാഷണൽ സൊസൈറ്റി എന്നാൽ എന്താ? പല ജാതികളുള്ള സൊസൈറ്റി. മൾട്ടിനാഷണൽ സമൂഹത്തിൽ ദേശീയത വിവിധ നിലകളിൽ കാണപ്പെടുന്നു. ഇൻ മൾട്ടിനാഷണൽ സൊസൈറ്റി ലൈക്ക് ഇന്ത്യ നാഷണാലിസം എക്സിസ്റ്റ് അറ്റ് ഡിഫറൻറ്റ് ലെവൽ. ഒരു ഇന്ത്യയെ പോലുള്ള ഒരു മൾട്ടിനാഷണൽ സമൂഹത്തിലെ നാഷണലിസം എങ്ങനെ കാണപ്പെടുന്നു? വ്യത്യസ്ത നിലകളിൽ, ഡിഫറൻറ്റ് ലെവലിൽ കാണപ്പെടുന്നു. ഇറ്റ് ഹാസ് ബോത്ത് പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ നാഷൻ സ്റ്റേറ്റ് ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി ഡയമെൻഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ദേശീയതയ്ക്ക് രാഷ്ട്രീയമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ഇപ്പം ഒരു മൾട്ടിനാഷണൽ സമൂഹത്തിൽ നാഷണാലിസം നിലകൊള്ളുന്നത് വ്യത്യസ്ത ലെവലിലാണ്. ഏതൊക്കെ ലെവലിലാ? പൊളിറ്റിക്കലായിട്ടും കൾച്ചറലായിട്ടും. പൊളിറ്റിക്കലാവുമ്പോൾ നാഷൻ സ്റ്റേറ്റും വരും, കൾച്ചറലാവുമ്പോൾ ഐഡന്റിറ്റിയും വരും. ആൻഡ് ദെൻ പിന്നീട് പറയാണ് ലാംഗ്വേജ്, റിലീജിയൻ, ട്രൈബ് ആൻഡ് കൾച്ചർ എക്സെട്ര മാർക്കേഴ്സ് ഓഫ് ഗ്രൂപ്പ് ഐഡന്റിറ്റി. ഭാഷ, മതം, ഗോത്രം, സംസ്കാരം എന്നിവ ഓരോരുത്തരെയും അറിയാനുള്ള, ഓരോ സമൂഹത്തെയും ഗ്രൂപ്പിനെയും അറിയാനുള്ള അടയാളങ്ങളാണ്. അപ്പൊ നമുക്കറിയാം, മലയാളം പറയുന്നവരാരാ? കേരളീയർ. തമിഴ് സംസാരിക്കുന്നവരാരാ? തമിഴ്നാട്ടുകാര്. തെലുങ്ക് സംസാരിക്കുന്നവരാരാ? ആന്ധ്രാപ്രദേശിലുള്ളവരെ. അപ്പോൾ ഓരോ ഭാഷ കേൾക്കുമ്പോഴേക്കും നമുക്ക് എന്ത് മനസ്സിലാവും? അവരേത് പ്രദേശത്തുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ലാംഗ്വേജ്, റിലീജിയൻ, ട്രൈബ്, കൾച്ചർ എന്നിവയൊക്കെ ഓരോ ഗ്രൂപ്പിൻ്റെയും ഓരോ സമൂഹത്തിൻ്റെയും ഐഡന്റിറ്റി തിരിച്ചറിയാൻ സഹായിക്കുന്നു എന്ന് പറയാനുള്ള കാരണം. ദ ഐഡിയ ഓഫ് ഹോം ലാൻഡ്. ഹോം ലാൻഡ് പറഞ്ഞാൽ ദേശ് എന്ന് പറയും. DESH, ദേശ്. സ്വദേശ് എന്ന് നമ്മൾ പറയില്ലേ, സ്വദേശം. അപ്പൊ ദ ഐഡിയ ഓഫ് ഹോം ലാൻഡ്, ദേശ്, സ്ട്രെങ്തൻ നാഷണൽ ആൻഡ് റീജിയണൽ ഐഡന്റിറ്റി. അതായത് ഹോം ലാൻഡ് അഥവാ ദേശ് എന്ന ആശയം ദേശീയവും പ്രാദേശികവുമായ തിരിച്ചറിയലിനെ ശക്തിപ്പെടുത്തുന്നു. ദ ഐഡിയ ഓഫ് ഹോം ലാൻഡ്. ഹോം ലാൻഡ് പറഞ്ഞാൽ എന്താ? ദേശ്, ദേശം. സ്ട്രെങ്തൻഡ് നാഷണൽ ആൻഡ് റീജിയണൽ ഐഡന്റിറ്റി. അപ്പൊ ദേശ് അഥവാ ഹോംലാൻഡ് എന്ന ആശയം ദേശീയവും പ്രാദേശികമായിട്ടുള്ള ഐഡന്റിറ്റി ശക്തിപ്പെടുത്താൻ, സ്ട്രെങ്തനിങ് ചെയ്യുന്നതിന് കാരണമാകുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, India's nationalism developed during colonial rule as anti-colonial unity. ഇന്ത്യയിലെ ദേശീയത വളരാനുള്ള കാരണം തന്നെ എന്താണ്? കൊളോണിയൽ ഭരണകാലത്തെ വിരുദ്ധാധിപത്യ ഐക്യമായി വളർന്നു വന്നു. കൊളോണിയൽ ഭരണത്തിനെതിരെയാണ് ഇന്ത്യയിൽ എന്ത് ഡെവലപ്പ് ചെയ്തത്? ഇന്ത്യാസ് നാഷണാലിസം. ഇന്ത്യാസ് നാഷണാലിസം ഡെവലപ്ഡ് ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. ആന്റി കൊളോണിയൽ യൂണിറ്റി, അതായത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ളൊരു യൂണിറ്റി ആയിട്ടാണ് ഇന്ത്യയിൽ ദേശീയത അഥവാ നാഷണാലിസം ഡെവലപ്പ് ചെയ്തത്.
And then next point, All India nationalism aimed at independence and political unity. അതേപോലെ തന്നെ അഖിലേന്ത്യാ ദേശീയതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും രാഷ്ട്രീയ ഐക്യവുമാണ്. ഓൾ ഇന്ത്യ നാഷണലിസം എയിംഡ് അറ്റ് ഇൻഡിപെൻഡന്റ് ആൻഡ് പൊളിറ്റിക്കൽ യൂണിറ്റി. ഓൾ ഇന്ത്യ നാഷണലിസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ രാഷ്ട്രീയ ഐക്യവുമാണ്. റീജിയണൽ നാഷണലിസം ഡിഫേഴ്സ് ഫ്രം പ്ലാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ നാഷണലിസം. അതേപോലെ തന്നെ പ്രാദേശിക ദേശീയത രാഷ്ട്രീയ ദേശീയതയിൽ നിന്നും വ്യത്യസ്തമാണ്. റീജിയണൽ നാഷണലിസം ഡിഫേഴ്സ് ഫ്രം പ്ലാൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ നാഷണലിസം. അതായത് റീജിയണൽ നാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാദേശിക ദേശീയത. അപ്പൊ ആ റീജിയണൽ നാഷണലിസം ഏതിൽ നിന്നും വ്യത്യസ്തമാണ്? ഈ പൊളിറ്റിക്കൽ നാഷണലിസത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, കൾച്ചറൽ നാഷണലിസം ഇൻ ഇന്ത്യ റൂട്ടഡ് ഇൻ കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ. ഇന്ത്യയിലെ സാംസ്കാരിക ദേശീയതയ്ക്ക് കൊളോണിയൽ ഭരണകാലത്ത് രൂപപ്പെട്ട ഭരണവിഭജനങ്ങളാണ് അടിസ്ഥാനം. അപ്പൊ ഇന്ത്യയിൽ കൾച്ചറൽ നാഷണലിസം വേരൂന്നുള്ള കാരണം എന്തിനെതിരെയായിരുന്നു? കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ, അതായത് ബ്രിട്ടീഷ് ഭരണ വിഭജനത്തിനെതിരായിട്ടാണ് ഇന്ത്യയിൽ എന്തും ഉയർന്നു വന്നത്? സാംസ്കാരിക ദേശീയത അഥവാ കൾച്ചറൽ നാഷണലിസം. അപ്പോൾ കൾച്ചറൽ നാഷണലിസം ഇൻ ഇന്ത്യ റൂട്ടഡ് ഇൻ കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ, അതായത് ബ്രിട്ടീഷ് ഭരണ വിഭജനത്തിനെതിരായിട്ടാണ് ഇന്ത്യയിൽ ഒരു സാംസ്കാരിക നാഷണലിസം അഥവാ സാംസ്കാരിക ദേശീയത ഉയർന്നു വന്നത്. അപ്പൊ ഈ നാഷണലിസത്തെ കുറിച്ച് 1, 2, 3, 4, 5, 6, 7, 8 പോയിന്റ് കേട്ടോ. 8 പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ മക്കളെ, നാഷണലിസത്തെ കുറിച്ചും പ്ലൂറാലിസത്തെ കുറിച്ചും നിങ്ങൾക്ക് 2 ഡിഫറൻസ് ചോദിച്ചാലും നിങ്ങൾ ഇതിങ്ങനെ തന്നെ എഴുതിയാൽ മതി. പ്ലൂറാലിസം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 8 പോയിന്റും, നാഷണലിസം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും വെക്കുക. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം നന്നായിട്ട് ഇത് ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക, അതേപോലെ തന്നെ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ഇന്ത്യൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷൻ തന്നതന്നെയാണ്. എങ്കിലും നമുക്ക് ഇന്ത്യൻ സിവിലൈസേഷനെ കുറിച്ച് കുറച്ച് ഷോർട്ടായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇന്ത്യൻ നാഗരികതയെക്കുറിച്ചാണ് നമ്മൾ ഈ യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്ക് ഡിസ്കഷൻ നടത്തുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യൻ നാഗരികത എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് കൾച്ചർ, ഡിഫറൻറ്റ് റിലീജിയൻ, ഡിഫറൻറ്റ് ലാംഗ്വേജ്, അങ്ങനെ എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡൈവേഴ്സിഫൈഡ് കൺട്രിയാണ് നമ്മുടെ രാജ്യം എന്നൊക്കെ നമ്മൾ പല ആവർത്തി കേട്ടതും മനസ്സിലാക്കിയതുമാണ് അല്ലേ. അപ്പം ഇന്ത്യൻ നാഗരികത എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എന്തായിരിക്കും വരിക? ആ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ്? ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് യൂണിക് ഫോർ ഈസ് കണ്ടിന്യൂയിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് കോമ്പോസൈറ്റ് കൾച്ചർ. അതായത് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് വൈവിധ്യം, അതേപോലെ തന്നെ പിന്നെന്താണ്? കണ്ടിന്യൂറ്റി, തുടർച്ച, ഡൈവേഴ്സിറ്റി ആൻഡ് കോമ്പോസിറ്റ് കൾച്ചർ. അതായത് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് തുടർച്ചയും വൈവിധ്യവും അതേപോലെ തന്നെ സംയോജിത സ്വഭാവം എന്നിവ പ്രത്യേകത പുലർത്തുന്നു. അപ്പൊ ഇന്ത്യൻ സംസ്കാരം എന്തെല്ലാം കൊണ്ടാണ് വൈവിധ്യം പുലർത്തുന്നത്? ഡൈവേഴ്സിറ്റി കൊണ്ടും, കണ്ടിന്യൂറ്റി കൊണ്ടും, കോമ്പോസിറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സംയോജിത സ്വഭാവം കൊണ്ടും എന്ത് ചെയ്യുന്നു? വളരെയധികം പ്രത്യേകത പുലർത്തുന്നു. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് എംഫസൈസ് അക്കോമഡേഷൻ, പ്ലൂറാലിസം ആൻഡ് ഡെമോക്രസി റാദർ ദാൻ റിജിഡ് അബ്സ്ട്രാക്റ്റ് ഐഡിയ. അതേപോലെ ഇത് മാത്രല്ല, ഇറ്റ് എംഫസൈസ് അക്കോമഡേഷൻ, പ്ലൂറാലിസം ആൻഡ് ഡെമോക്രസി റാദർ ദാൻ റിജിഡ് അബ്സ്ട്രാക്റ്റ് ഐഡിയ. ആരാണ് പറയുന്നത്? സുനിൽ ഗിലാനി എന്താ പറയുന്നത്? അതായത് അനുകൂല മനോഭാവം, ബഹുസ്വരത, ഡെമോക്രസി, ജനാധിപത്യം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഇപ്പൊ ഇന്ത്യൻ നാഗരികത പ്രാധാന്യം നൽകുന്നത് സുനിൽ ഗിലാനിയുടെ അഭിപ്രായത്തിൽ, സുനിൽ ഗിലാനി
KHILANI എന്നാട്ടോ, കിലാനി എന്നാണ്. ഇപ്പൊ സുനിൽ കിലാനിയുടെ ഒപ്പീനിയനിൽ, അഭിപ്രായത്തില് ഇന്ത്യൻ നാഗരികത ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനൊക്കെയാണ്? അക്കോമഡേഷനും പ്ലൂറാലിസത്തിനും ഡെമോക്രസി തുടങ്ങിയ കാര്യങ്ങൾക്കാണ്, തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ്. മറ്റ് റിജിഡ് അബ്സ്ട്രാക്ട് ഐഡിയാസുകളേക്കാൾ അക്കോമഡേഷനും പ്ലൂറാലിസത്തിനും ഡെമോക്രസിക്കുമാണ് ഇന്ത്യൻ നാഗരികത ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്നാണ് ആരിവിടെ വ്യക്തമാക്കുന്നത്? സുനിൽ കിലാനി. And the next point, the idea of India is not homogeneous. No single idea can represent its vast population. ഇന്ത്യ എന്ന ആശയം ഒരിക്കലും ഒരു ഹോമോജീനിയസ് അല്ല, ഏകാത്മകമല്ല. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാത്മകം. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിന്റെ ഐഡിയോളജി ഒരിക്കലും നോട്ട് ഹോമോജീനിയസ്, ഒരിക്കലും ഹോമോജീനിയസ് അല്ല. നോ സിംഗിൾ ഐഡിയ, ഇവിടെ ഒരു ഒറ്റ ഐഡിയ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, വാസ്റ്റ് പോപ്പുലേഷൻ. അതായത് ഇവിടെ ഒരുപാട് പ്രതിനിധികൾ, ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം മോർ ഐഡിയാസുകളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഒരിക്കലും ഒരു ഏകാത്മകമായിട്ടോ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഐഡിയോളജി അല്ല ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് വാസ്റ്റ് ആണ്, വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് വ്യത്യസ്ത ഡിഫറന്റ് ആയിട്ടുള്ള ഐഡിയാസുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. And then next point, India's strength lies in remaining democratic, tolerant and open mind. അതേപോലെ തന്നെ ഇന്ത്യയുടെ ശക്തി, ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്, ജനാധിപത്യം, ടോളറന്റ്, സഹിഷ്ണുത, ഓപ്പൺ മൈൻഡ്, തുറന്ന മനസ്സ്. ഇപ്പൊ ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? ഡെമോക്രാറ്റിക്, നമ്മുടെ രാജ്യം ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, ടോളറന്റ് ആണ്, സഹിഷ്ണുത പുലർത്തുന്നുണ്ട്, ഓപ്പൺ മൈൻഡ്, തുറന്ന സമീപനമാണ്, തുറന്ന മനസ്സാണ്. ഇതൊക്കെയാണ് ഇന്ത്യയുടെ ശക്തി എന്നാണ് ഇന്ത്യൻ സിവിലൈസേഷനിൽ വ്യക്തമാക്കുന്നത്. And then next point, Indian civilization is over 5,000 years old. ഇന്ത്യൻ സിവിലൈസേഷൻ അഥവാ ഇന്ത്യൻ നാഗരികതയ്ക്ക് എത്ര വർഷം പഴക്കമുണ്ട്? 5000-ലധികം വർഷമുണ്ട്. 5 years old, അതായത് 5000 വർഷത്തിലധികം പഴക്കമുണ്ട്. ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് ഓവർ 5000 years old. ഇന്ത്യൻ നാഗരികതയ്ക്ക് ഏകദേശം 5000-ലധികം പ്രായമുണ്ട്, പഴക്കമുണ്ട്. It has assimilated many cultures, races and tradition over time. അത് മാത്രല്ല, കാലക്രമത്തിൽ നമ്മുടെ സംസ്കാരവും റേസസ്, വംശങ്ങളും ട്രഡീഷൻ, പാരമ്പര്യങ്ങളും ഇന്ത്യ ഉൾക്കൊള്ളുന്നു. ഓരോ കാലഘട്ടത്തിലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള സംസ്കാരവും അതേപോലെ തന്നെ പിന്നെന്താണ് വംശം, റേസസും ട്രഡീഷൻ, പാരമ്പര്യം നമ്മൾ ഫോളോ ചെയ്യുന്നു. ചില അപാകതകളും അതേപോലെ തന്നെ കടമെടുക്കലൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും, മറ്റുള്ള രാജ്യങ്ങളെ പോലെ പെരുമാറാനൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ സംസ്കാരവും അതേപോലെ തന്നെ വംശവും പാരമ്പര്യവും ഒക്കെ മുറുകെ പിടിക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതാണ് ഇന്ത്യൻ സിവിലൈസേഷൻ. And then next point, important text like Vedas, Upanishads and Puranas originated in India. മാത്രല്ല, വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ തുടങ്ങിയ ഈ ഗ്രന്ഥങ്ങളെല്ലാം ഇന്ത്യയിൽ രൂപപ്പെട്ടതാണ്. ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ് ലൈക്ക്, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളാണ് ഏതൊക്കെ? വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ. ഇതൊക്കെ ഇന്ത്യയുടെ മണ്ണിൽ രൂപം കൊണ്ടതാണ്. അതാണ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. And then next point, India contributed spiritual knowledge to the world. അതേപോലെ തന്നെ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്ത്? സ്പിരിച്വൽ നോളജ്. എന്താ സ്പിരിച്വൽ നോളജ് പറഞ്ഞാല്? ആത്മീയ ജ്ഞാനം, ആത്മീയമായിട്ടുള്ള ആത്മീയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? അത് മനസ്സിൽ നിന്നും വരുന്നതാ. ആത്മീയമായ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അറിവ് വേണം. അറിവുള്ളവരെ ആത്മീയമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുള്ളൂ. തെറ്റിനെതിരെ എതിർക്കുന്നതിനും അതേപോലെ തന്നെ
സത്യത്തെ മുറുകെ പിടിക്കുന്നതിനൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളില് ആത്മജ്ഞാനം ഉൾക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്? ഇന്ത്യ കോൺട്രിബ്യൂട്ടഡ് സ്പിരിച്വൽ നോളജ് ടു ദ വേൾഡ്. നമ്മുടെ ലോകത്തിന് ആത്മീയ ജ്ഞാനം നൽകാൻ സാധിക്കുന്നുണ്ട്. സിവിലൈസേഷൻ ഡെവലപ്ഡ് എലോങ് റിവർ ബാങ്ക്സ്, എക്സ്പെഷ്യലി ദ ഇൻഡസ് ആൻഡ് ഗംഗാസ്. അതേപോലെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നാഗരികത രൂപം കൊണ്ടത് എവിടെ നിന്നാണ്? നദീതട സംസ്കാരങ്ങളിൽ നിന്നാണ്. ഏതൊക്കെ? ഇന്ത്യൻ ബാങ്ക്സ്, അതായത് ഇന്ത്യൻ നദീതട സംസ്കാരമായിട്ടുള്ള ഇൻഡസ് വാലി ആൻഡ് ഗംഗേസ്, ഗംഗാ നദീതട സംസ്കാരവും ഇൻഡസ് വാലി എന്ന സിന്ധു നദീതട, ഈ രണ്ട് നദീതീരങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ സംസ്കാരം പുനർജനിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ സംസ്കാരം ഡെവലപ്പ് ചെയ്തത് എവിടെ നിന്നാണ്? നദീതീരങ്ങളിൽ നിന്നാണ്. ഏതൊക്കെ നദികളിൽ നിന്നും? ഈ സിന്ധു നദീതട സംസ്കാരവും ഗംഗാ നദീതട സംസ്കാരത്തിൽ നിന്നൊക്കെയാണ് ഇന്ത്യൻ സംസ്കാരങ്ങൾ ഉടലെടുത്തിട്ടുള്ളത്. അതാണ് ഇന്ത്യൻ സിവിലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. The name India is derived from Indus River. എന്തിൽ നിന്നാണ് ഇന്ത്യ എന്ന നാമം രൂപം കൊണ്ടിട്ടുള്ളത്? ഇൻഡസ് റിവർ. അതായത് ഇൻഡസ് നദി, അതായത് നമുക്കറിയാം ഇൻഡസ് റിവറിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് ഉടലെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ നദീതടങ്ങളിൽ നിന്നാണ് ഏത് പേര് ഡിറൈവ് ചെയ്തത്? ഇന്ത്യ. The name India is derived from Indus River. ഇന്ത്യൻ മഹാസമുദ്രം അല്ലെ? അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ഏത്? ഇന്ത്യ എന്ന ഈ ഒരു നാമം. ഇതൊക്കെ ഇന്ത്യൻ സിവിലൈസേഷൻ ആണ്, ഇന്ത്യൻ നാഗരികതയാണ്, ഇന്ത്യൻ നാഗരികതയുടെ ചരിത്രങ്ങളാണ്. സിവിലൈസേഷൻ ക്യാൻ ബി സ്റ്റഡീഡ് ത്രൂ കൾച്ചറൽ ട്രയറ്റ്, കൾച്ചറൽ എഫൻസ് ആൻഡ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ സംസ്കാരത്തെ പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നാ പറയുക? സിവിലൈസേഷൻ ക്യാൻ ബി സ്റ്റഡീഡ്. ഒരു നാഗരികത പഠിക്കേണ്ടത് ഏതിലൂടെയാണ്? കൾച്ചറൽ ട്രയഡ്സ്, സാംസ്കാരിക ഗുണങ്ങളിലൂടെ. അതേപോലെ തന്നെ കൾച്ചറൽ എസൻസ്, സാംസ്കാരികമായ സാരാംശങ്ങളിലൂടെ. കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, സാംസ്കാരികമായ ആശയവിനിമയത്തിലൂടെ. ഈ 3 രീതിയിലൂടെയാണ് എന്ത് മനസ്സിലാക്കേണ്ടത്? സംസ്കാരത്തെ അഥവാ സിവിലൈസേഷനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ നാഗരികത മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെ മനസ്സിലാക്കണം? കൾച്ചറൽ ട്രയഡ്സ്, സാംസ്കാരിക ഗുണങ്ങൾ. കൾച്ചറൽ എസൻസ്, സാംസ്കാരിക സാരാംശങ്ങൾ. കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, സാംസ്കാരികമായ ആശയവിനിമയം. നമ്മുടെ രാജ്യം മൊത്തം ചുറ്റി സഞ്ചരിച്ച് ഓരോ സംസ്ഥാനത്തിലുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അവരുമായി ഇടപഴകുമ്പോഴും അവരുമായി സാരാംശങ്ങൾ തേടുമ്പോഴൊക്കെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ സംസ്കാരത്തെ കുറിച്ച്, നമ്മുടെ രാജ്യം ഇത്രയധികം പ്രാധാന്യവും സവിശേഷതയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്താണല്ലോ നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്നോർത്ത് നമുക്ക് തന്നെ അഭിമാനം കൊള്ളും. കാരണം അത്രയധികം നാഗരികതയും അത്രയധികം ചരിത്രവും വിളിച്ചോതുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. നമ്മുടെ രാജ്യത്തിന്റെ ഓരോ സംസ്കാരവും ഉടലെടുത്തത് നദീതട സംസ്കാരങ്ങളിൽ നിന്നാണ്. ഇൻഡസ് വാലി കൾച്ചർ ആൻഡ് ഗംഗാ വാലി കൾച്ചർ. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏതിലൂടെ അറിയണം? കൾച്ചറൽ ട്രയഡ്സ്, കൾച്ചറൽ എഫൻസ് ആൻഡ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, സ്കോളേഴ്സ് ലൈക്ക്. ഇനി പ്രധാനപ്പെട്ട സ്കോളേഴ്സ് ആയിട്ടുള്ള ആരൊക്കെയാണ്? NK ബോസ്, ബെർണാഡ് എസ് കോഹൻ. ഇന്ത്യൻ സിവിലൈസേഷനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തിയ ആളുകളാണ് ആരൊക്കെ? സ്കോളേഴ്സ് ലൈക്ക് NK ബോസ് ആൻഡ് ബെർണാഡ് എസ് കോഹൻ സ്റ്റഡിഡ് ഇന്ത്യ യൂസിങ് എ സിവിലൈസേഷണൽ പെർസ്പെക്റ്റീവ്. NK ബോസും ബെർണാഡ് എസ് കോഹനൊക്കെ തുടങ്ങിയ പണ്ഡിതർ ഇന്ത്യൻ സിവിലൈസേഷന്റെ സമീപനം എന്ത് ചെയ്തു? സ്വീകരിച്ചു. അവരെല്ലാവരും ഈ പണ്ഡിതന്മാരാണ് ഇന്ത്യൻ നാഗരികതയെ കുറിച്ച് കൂടുതൽ പുറം ലോകത്തിലേക്ക് വെളിച്ചം വീശുന്നതിനും അതേപോലെ തന്നെ ഈ നാഗരികതയെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠനം നടത്തിയ വ്യക്തികളാണ് ആരെ? NK ബോസ് ആൻഡ് ബെർണാഡ് എസ് കോഹൻ. And then last point, Indian society must be understood in a historical,
സിവിലൈസേഷണൽ ഫ്രെയിംവർക്ക്, ഇന്ത്യൻ സമൂഹത്തെ എപ്പോഴും എങ്ങനെ മനസ്സിലാക്കണം എന്നാ പറയുന്നത്? ചരിത്രപരമായ നാഗരികതയിലൂടെ മനസ്സിലാക്കണം. ഇന്ത്യൻ സൊസൈറ്റിയെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ സിവിലൈസേഷണൽ, ചരിത്രപരമായ നാഗരികതയെ മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യൻ സമൂഹത്തെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്, 8, 9, 10, 11, 12, 13 ഏകദേശം 13 പോയിന്റുകളാണ് ഇന്ത്യൻ നാഗരികതയെ കുറിച്ച് ടീച്ചറോട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാവുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഇന്ത്യൻ സിവിലൈസേഷൻ. അപ്പം നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി നമ്മൾക്ക് ഈ ഒരു യൂണിറ്റിൽ എടുക്കാനുള്ളത് സോഷ്യൽ ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ ഇന്ത്യ, സാമൂഹിക മാറ്റവും അതേപോലെ തന്നെ ആധുനികവൽക്കരണവും. സാമൂഹിക മാറ്റം എത്രത്തോളം ആധുനികവൽക്കരണത്തെ സ്വാധീനിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഇനി ഒരു ചാപ്റ്ററിൽ എടുത്ത് കംപ്ലീറ്റ് ആക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. സോഷ്യൽ ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ആധുനികവൽക്കരണവും അതേപോലെ തന്നെ സാമൂഹിക മാറ്റവും. സോഷ്യൽ ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തെക്കുറിച്ചും സാമൂഹിക മാറ്റം സോഷ്യൽ ചേഞ്ചിനെ കുറിച്ചും അവ രണ്ടും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇനി ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കൂ, അതിനെക്കുറിച്ച് യോഗേന്ദ്ര സിംഗ് വ്യക്തമാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ സോഷ്യൽ ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ എന്ന ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ യോഗേന്ദ്ര സിംഗ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സോഷ്യൽ ചേഞ്ചിനെയും മോഡേണൈസേഷനെയും കണക്ട് ചെയ്ത് പറയുന്നത് നോക്കൂ. യോഗേന്ദ്ര സിംഗ് വ്യൂ സോഷ്യൽ ചേഞ്ച് ആസ് ആൻ ഐഡിയോളജി. അതായത് യോഗേന്ദ്ര സിംഗ് സോഷ്യൽ ചേഞ്ചിനെ, സാമൂഹിക മാറ്റത്തെ ഒരു ഐഡിയോളജി ആയിട്ടാണ് പരിഗണിക്കുന്നത്. ആശയപരമായിട്ടുള്ള കാര്യമായിട്ടാണ്. കാരണം സോഷ്യൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഐഡിയോളജി വേണം, പലതരത്തിലുള്ള ആശയമായ ധാരണകൾ വേണം, അതായത് ആശയപരമായിട്ടുള്ള ചിന്താഗതികൾ വേണം. അങ്ങനത്തെ തോട്ട് ഉണ്ടാവുമ്പോഴേ, അങ്ങനത്തെ മൈൻഡ് ഉണ്ടാവുമ്പോഴേ സാമൂഹിക മാറ്റം ഉടലെടുക്കുകയുള്ളൂ. അതുകൊണ്ട് യോഗേന്ദ്ര സിംഗ് വ്യൂ സോഷ്യൽ ചേഞ്ച് ആസ് ആൻ ഐഡിയോളജി. യോഗേന്ദ്ര സിംഗ് സോഷ്യൽ ചേഞ്ചിനെ എന്തായിട്ടാണ് പറയുന്നത്? സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഒരു ഐഡിയോളജിയാണ്. ഇന്ത്യൻ സോഷ്യൽ ചേഞ്ച് ഷോസ് സ്ട്രക്ചറൽ ചേഞ്ച് വിത്തൗട്ട് ഈക്വൽ വാല്യൂ ചേഞ്ച്, ക്രിയേറ്റിംഗ് ടെൻഷൻ ആൻഡ് ക്രൈസിസ്. ഇന്ത്യയിലെ ഘടനാപരമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് എങ്ങനത്തെ മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സോഷ്യൽ ചേഞ്ച് ഷോ സ്ട്രക്ചറൽ ചേഞ്ച്, ഇന്ത്യയിലെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിലും വിത്തൗട്ട് ഈക്വൽ വാല്യൂ ചേഞ്ച്, ഒരു തുല്യം ഈക്വൽ വാല്യൂ ചേഞ്ച് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആയിട്ടുള്ള മൂല്യത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ ഘടനാപരമായിട്ടുള്ള ചേഞ്ചും സോഷ്യൽ ചേഞ്ച് ഒക്കെ ഇന്ത്യൻ സോഷ്യൽ ചേഞ്ച്, ഇന്ത്യയിലെ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ചേഞ്ച് ആണ്, ഘടനാപരമായ മാറ്റമാണ്. പക്ഷെ ഒരിക്കലും ഒരു ഈക്വൽ വാല്യൂ ചേഞ്ച് എവിടെ ഉണ്ടായിട്ടില്ല. വിത്തൗട്ട് ഈക്വൽ വാല്യൂ ചേഞ്ച്, ഒരു തുല്യമായിട്ടുള്ള മൂല്യമുള്ള മാറ്റം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ക്രിയേറ്റിംഗ് ടെൻഷൻ, ഒരുപാട് പലതരത്തിലുള്ള സംഘർഷങ്ങളും ക്രൈസിസ്, പ്രതിസന്ധികളൊക്കെയാണ് ഇന്ത്യയിലെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, പല വർഗ സംഘർഷം, ക്ലാസ് കോൺഫ്ലിക്റ്റുകളും അതേപോലെ തന്നെ കൊളോണിയൽ കോൺഫ്ലിക്റ്റുകളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിൽ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആണ്, ഒരിക്കലും ഒരു ഈക്വൽ വാല്യൂ ചേഞ്ച് ഉണ്ടായിട്ടില്ല. കൂടുതലായിട്ടും ടെൻഷനുകളും ക്രൈസിസ് ഒക്കെയാണ് സാമൂഹിക മാറ്റത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, there is a major change in people consciousness and attitude toward society. അതേപോലെ തന്നെ സമൂഹത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ബോധത്തിലും ആറ്റിറ്റ്യൂഡ് സമീപനത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും സാമൂഹിക മാറ്റം ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സാമൂഹിക മാറ്റം ഉണ്ടായിരുന്നു, അത്
എങ്ങനെയായിരുന്നു? ഈക്വൽ വാല്യൂ ആയിട്ടല്ല, ടെൻഷനായിട്ടും ക്രൈസിസും ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയണത്. മാത്രമല്ല ഈ സാമൂഹിക മാറ്റം പീപ്പിൾസിലെ കോൺഷ്യസ്നസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, അവരുടെ ബോധത്തിലും കോൺഷ്യസ്നെസ്സിലും ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താണ്? അവരുടെ സമീപനത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കാരണമായി. And then next point, Indian civilization is based on holism, hierarchy, continuity and transcendence. അതേപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരം എന്തിനൊക്കെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്? അതായത് ഹോളിസം, ഹയറാർക്കി ശ്രേണീക്രമം, കണ്ടിന്യൂറ്റി തുടർച്ച, അതേപോലെ തന്നെ പിന്നെ ട്രാൻസെൻഡൻസ് തുടങ്ങി പ്രത്യേകപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇന്ത്യൻ സിവിലൈസേഷൻ ബേസ് ചെയ്തിരുന്നത്. അതൊക്കെയാണ് എന്തിലേക്ക് വഴിവെച്ചത്? മോഡേണൈസേഷൻ ആവാനുള്ള കാരണം. അപ്പോൾ ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഹോളിസം, ഹൈറാർക്കി, കണ്ടിന്യൂറ്റി ആൻഡ് ട്രാൻസെൻഡൻസ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ചേഞ്ച് ഇൻ ഇന്ത്യ ഈസ് ലാർജ്ലി ഓർത്തോജനറ്റിക്, ഇന്റേണൽ, റൂട്ടഡ് ഇൻ ട്രഡീഷൻ. ഇന്ത്യയിലെ മാറ്റം പ്രധാനമായും ഓർത്തോജനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അകത്തുള്ളത്, ഇന്റേണൽ ആയത്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ബാഹ്യമായത്, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അകത്തുള്ളത്, ഉള്ളിലുള്ളത്, ആഴ്ന്നിറങ്ങിയത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ചേഞ്ച് ഇൻ ഇന്ത്യ ഈസ് ലാർജ്ലി ഓർത്തോജനറ്റിക് ഓർ ഇന്റേണൽ റൂട്ടഡ് ഇൻ ട്രഡീഷൻ. ഇന്ത്യയുടെ പാരമ്പര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള മാറ്റമാണ് ഇന്ത്യയിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ചേഞ്ച് ഇൻ ഇന്ത്യ ഈസ് ലാർജ്ലി ഓർത്തോജനറ്റിക് ഓർ ഇന്റേണൽ റൂട്ടഡ് ഇൻ ട്രഡീഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ. അതായത് ഗ്രേറ്റ് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാപാരമ്പര്യം എന്ന് പറയും. ലിറ്റിൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പാരമ്പര്യം. അപ്പോൾ ഇന്ത്യയെ സ്വാധീനിക്കുന്നത് എന്തൊക്കെ, സാമൂഹിക മാറ്റത്തെ സ്വാധീനിച്ചത് എന്തൊക്കെയാണ്? ഗ്രേറ്റ് ട്രഡീഷനും ലിറ്റിൽ ട്രഡീഷനും. ഇന്ത്യൻ സോഷ്യൽ ചേഞ്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്തതും ഇന്ത്യയെ ഒരു മോഡേണൈസേഷൻ ആക്കാൻ സ്വാധീനിച്ചതുമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്തത് എന്തൊക്കെയാണ്? ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ. And then next point, social change in India is sui generis. എന്താണ് sui generis എന്ന് പറഞ്ഞാൽ? യുണിക്, അതായത് ഇവിടെ യുണിക് എന്നൊക്കെ പറയും. ഒരുപോലെയുള്ള ഒരു സിദ്ധാന്തം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും വിശദീകരിക്കാൻ കഴിയില്ല. യുണിക് ആയിട്ടുള്ള ഒരു മാറ്റം, ഒരുപോലെ മാറി എന്ന് നമുക്ക് ഒരിക്കലും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ ഈസ് സൂയി ജനറിസ് അഥവാ യുണിക് ആൻഡ് കനോട്ട് എക്സ്പ്ലെയിൻഡ് ബൈ വൺ തിയറി. അതായത് ഇന്ത്യയുടെ മാറ്റത്തെ നമുക്ക് യുണിക് ആയിട്ടുള്ളൊരു മാറ്റമാണ് എന്ന് ഒരിക്കലും പല ഘട്ടങ്ങളായിട്ടാണ് ഇന്ത്യൻ സൊസൈറ്റി മാറിയിട്ടുള്ളത്. ഒറ്റയടിക്ക് ഒന്നിച്ചിട്ടുള്ളൊരു മാറ്റം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടില്ല. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ചേഞ്ച് കം ഫ്രം ബോത്ത് എൻഡോജീനിയസ്, ഇന്റേണൽ ആൻഡ് എക്സോജീനിയസ്, എക്സ്റ്റേണൽ സോഴ്സ്. അതേപോലെ തന്നെ സാമൂഹിക മാറ്റം എങ്ങനെയാണ് കടന്നു വന്നത്? ചേഞ്ച് കം ഫ്രം, ചേഞ്ച് എങ്ങനെയാണ് കടന്നു വന്നത്? എൻഡോജീനിയസ്, ഇന്റേണലായിട്ടും എക്സോജീനിയസ്, എക്സ്റ്റേണലായിട്ടും ബാഹ്യമായിട്ടും. അപ്പോൾ ആന്തരികമായ സോഴ്സസുകളിൽ നിന്നും ബാഹ്യമായിട്ടുള്ള സോഴ്സസുകളിൽ നിന്നുമൊക്കെയാണ് ചേഞ്ചസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അകത്തേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള മാറ്റവും ബാഹ്യമായ മാറ്റവുമാണ് ഇന്ത്യയിലെ മാറ്റത്തിന് കാരണമായത്. ചേഞ്ച് കം ഫ്രം ബോത്ത് എൻഡോജീനിയസ് ആൻഡ് എക്സോജീനിയസ് സോഴ്സ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൾച്ചറൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ. ഇവിടെ കൾച്ചറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ഘടന, സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സാമൂഹിക ഘടന. അപ്പോൾ കൾച്ചറൽ സ്ട്രക്ചറും സോഷ്യൽ സ്ട്രക്ചറും വളരെയധികം നിലനിൽക്കുന്നുണ്ട്? വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കൾച്ചറൽ സ്ട്രക്ചർ ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ, സാംസ്കാരിക ഘടനയും സാമൂഹിക ഘടനയും തമ്മിൽ വളരെയധികം നിലനിൽക്കുന്നുണ്ട്, വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, കൾച്ചർ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞത് സംസ്കാരത്തെയും നമുക്ക് എന്ത് ചെയ്യാം,
രണ്ടായി തിരിക്കാം. ഗ്രേറ്റ് ട്രഡീഷൻ എന്നും ലിറ്റിൽ ട്രഡീഷൻ. ഇവിടെ ഇതേ സെയിം പോയിന്റ് ഇങ്ങനെയും പറയുന്നുണ്ട്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ. അതായത് ഗ്രേറ്റ് ട്രഡീഷനും ലിറ്റിൽ ട്രഡീഷനും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ സംസ്കാരത്തെ രണ്ടായി തിരിക്കുക. എന്തൊക്കെയാണ് ഗ്രേറ്റ് ട്രഡീഷൻ ആൻഡ് ലിറ്റിൽ ട്രഡീഷൻ എന്ന്. സോഷ്യൽ സ്ട്രക്ചർ ഈസ് ഡിവൈഡഡ് ഇൻ ടു മൈക്രോ ആൻഡ് മാക്രോ സ്ട്രക്ചേഴ്സ്. സാമൂഹിക ഘടനയെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. മൈക്രോ പറഞ്ഞാൽ എന്താ? സൂക്ഷ്മമായത്. മാക്രോ പറഞ്ഞാൽ എന്താ? സ്ഥൂലം. മൈക്രോ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ മൈക്രോ എന്നും, മാക്രോ പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാ രീതിയിലും ലോകത്തിനെ മൊത്തം അനലൈസ് ചെയ്യുമ്പോഴാണ് മാക്രോ ലെവൽ. അപ്പോൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് അഥവാ സോഷ്യൽ സ്ട്രക്ചറിനെ, സോഷ്യൽ ചേഞ്ച് ആണ് സോഷ്യൽ സ്ട്രക്ചർ. സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് സാമൂഹിക ഘടനയിലും മാറ്റം ഉണ്ടാവുക. അപ്പോൾ ആ മാറ്റത്തെ രണ്ട് രീതിയിലുള്ള മാറ്റമായിട്ട് നമുക്ക് പറയാം. സൂക്ഷ്മമായിട്ടുള്ള മാറ്റമെന്നും അതേപോലെ തന്നെ സ്ഥൂല മാക്രോ ലെവലെന്നും മൈക്രോ ലെവലെന്നും രണ്ടായിട്ട് തിരിക്കാം. And then next point, social change must be studied in terms of context, spread and depth. അതേപോലെ തന്നെ സാമൂഹിക മാറ്റത്തെ നമുക്ക് എങ്ങനെ പഠനം നടത്താമെന്നാ പറയുന്നത്? കണ്ടസ്റ്റ്. അതിൻ്റെ കണ്ടസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ അത് വ്യാപ്തിക്കനുസരിച്ച്, അതേപോലെ തന്നെ അതിൻ്റെ ആഴത്തിനനുസരിച്ച് ഒക്കെ നമുക്ക് ഏതിനെ പഠനം നടത്താമെന്നാണ് പറയുന്നത്? സോഷ്യൽ ചേഞ്ചിനെ സ്റ്റഡീഡ് ചെയ്യാം. സോഷ്യൽ ചേഞ്ച് മസ്റ്റ് ബി സ്റ്റഡീഡ് ഇൻ ടേംസ് ഓഫ് കണ്ടസ്റ്റ്, സ്പ്രെഡ് ആൻഡ് ഡെപ്ത്. അപ്പോൾ അതിൻ്റെ കണ്ടസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയും, സ്പ്രെഡ് അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ വിതരണത്തെ അടിസ്ഥാനപ്പെടുത്തിയും, ഡെപ്ത് അതിൻ്റെ ആഴത്തെ അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെ നമുക്ക് സോഷ്യൽ ചേഞ്ചിനെ എന്ത് ചെയ്യാം? പഠനം നടത്താം കേട്ടോ. ആൻഡ് ദെൻ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് മൂവ് ഫ്രം ട്രഡീഷണലൈസേഷൻ ടു മോഡേണൈസേഷൻ. ഇവിടേക്ക് വരുമ്പോഴാണ് മോഡേണൈസേഷൻ എത്തുന്നത് കേട്ടോ. അതായത് ഇവിടെ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് മൂവ് ഫ്രം ട്രഡീഷണലൈസേഷൻ ടു മോഡേണലൈസേഷൻ. അതായത് പരമ്പരാഗതമായ മാറ്റം, പരമ്പരാഗതപരമായിട്ടുള്ള കാര്യങ്ങളിലുണ്ടായ മാറ്റമാണ് എന്തിലേക്ക് വഴിവെച്ചത്? മോഡേണൈസേഷൻ. ഇപ്പോൾ ട്രഡീഷണലൈസേഷനിൽ ഉണ്ടായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ് ഏത് മൂവ്മെൻറ്റ് ചെയ്തത്? മോഡേണൈസേഷനിലേക്ക് മൂവ്മെൻറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ പരമ്പരാഗതവൽക്കരണത്തിൽ നിന്ന് എന്തിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്? മോഡേണൈസേഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം. ഇപ്പോൾ ഒരു ട്രഡീഷണലൈസേഷനിൽ മാറ്റം വന്നപ്പോൾ അത് എന്തിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു? മോഡേണൈസേഷനിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു. ആൻഡ് ദെൻ ട്രഡീഷണലൈസേഷൻ റിഫ്ലക്റ്റ് ഓർത്തോജനറ്റിക് ചേഞ്ച്. അതുകൊണ്ട് തന്നെ ട്രഡീഷണലൈസേഷൻ്റെ ആ മാറ്റം എന്ന് പറയുന്നത് എന്തിൽ പ്രതിഫലിച്ച് കാണാം? അതായത് ഓർത്തോജനറ്റിക് ചേഞ്ചസിലും പോലും പ്രതിഫലിച്ച് കാണാമെന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് ട്രഡീഷണലൈസേഷനിൽ ഉണ്ടാകുന്ന ആ മാറ്റം ഏതിലും ചേഞ്ചസ് ഉണ്ടാകുന്നു? ഓർത്തോജനറ്റിക് ചേഞ്ചസ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ആൻഡ് ദെൻ മോഡേണൈസേഷൻ റിഫ്ലക്റ്റ് ചേഞ്ചസ് ഡ്യൂ ടു ഹെട്രോജനറ്റിക് എക്സ്റ്റേണൽ കോണ്ടാക്ട്സ്. അതേപോലെ തന്നെ ആധുനികവൽക്കരണം മോഡേണൈസേഷൻ റിഫ്ലക്റ്റ് ചേഞ്ചസ് ഡ്യൂ ടു ഹെട്രോജനറ്റിക് അഥവാ എക്സ്റ്റേണൽ കോണ്ടാക്ട്സ്. അതായത് ബാഹ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഏത് കാരണമായി? മോഡേണൈസേഷൻ്റെ മാറ്റം റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു. മോഡേണൈസേഷൻ റിഫ്ലക്റ്റ് ചേഞ്ച് ഡ്യൂ ടു ഹെട്രോജനറ്റിക് ഓർ എക്സ്റ്റേണൽ കോണ്ടാക്ട്. അപ്പോൾ ആധുനികവൽക്കരണം ബാഹ്യ സമ്പർക്കങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പോൾ മോഡേണൈസേഷൻ ഏതിലും മാറ്റം ഉണ്ടാകാൻ കാരണമായി? ഹെട്രോജനറ്റിക് ഓർ എക്സ്റ്റേണൽ കോണ്ടാക്റ്റിലും ചേഞ്ചസ് സംഭവിക്കാൻ കാരണമായി. മോഡേണൈസേഷൻ ഉണ്ടായത് എങ്ങനെ? ട്രഡീഷണലൈസേഷനിൽ ചേഞ്ച് വന്നപ്പോഴാണ് എന്തുണ്ടായത്? മോഡേണൈസേഷൻ ഉണ്ടായത്. അപ്പോൾ ആ മോഡേണൈസേഷൻ പിന്നെ എന്തിനു വഴി വെച്ചു എന്നാണ് പറയുന്നത്? നമ്മുടെ സമൂഹത്തിൻ്റെ ഹെട്രോജനറ്റിക് ഓർ എക്സ്റ്റേണൽ കോണ്ടാക്റ്റിൽ ചേഞ്ച് സംഭവിക്കാൻ കാരണമായി. ആൻഡ് ദെൻ സോഷ്യൽ ചേഞ്ച് ക്യാൻ ബി സ്റ്റഡിഡ് ത്രൂ സ്ട്രക്ചറൽ ആൻഡ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. സാമൂഹിക മാറ്റത്തെ നമുക്ക് എങ്ങനെ പഠനം നടത്താം? ത്രൂ സ്ട്രക്ചറൽ ആൻഡ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. അതായത് ഒരു ഘടനാപരമായിട്ടും അതേപോലെ പരിണാമപരമായിട്ടുള്ള
പേഴ്സ്പെക്റ്റീവ് സമീപനത്തിലൂടെ പഠനം നടത്താം. ഇപ്പോൾ സോഷ്യൽ ചേഞ്ചിനെ എങ്ങനെ സ്റ്റഡി നടത്താം? സ്ട്രക്ചറൽ ആൻഡ് എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവ്, ഘടനാപരമായിട്ടും പരിണാത്മകപരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ സോഷ്യൽ ചേഞ്ചിനെ സ്റ്റഡി ചെയ്യാം. സ്ട്രക്ചറൽ ചേഞ്ച് ഇൻവോൾവ്സ് മൊബിലിറ്റി, ടെക്നോളജി, സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നോംസ് ആൻഡ് വാല്യൂ. ഇനി ഘടനാപരമായ മാറ്റത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? മൊബിലിറ്റി പറഞ്ഞാൽ എന്താ? ചലനാത്മകത. ടെക്നോളജി, സാങ്കേതികത. സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, മതേതരപരമായ സ്ഥാപനങ്ങൾ. നോംസ് ആൻഡ് വാല്യൂ, അതേപോലെ തന്നെ വിശ്വാസങ്ങളും മൂല്യങ്ങളും. അപ്പം ഇതിലൂടെയൊക്കെ നമുക്ക് ഏതിൻ്റെ ചേഞ്ചിനെ ഇൻവോൾവ് ചെയ്യാം? സ്ട്രക്ചറൽ ചേഞ്ച്. അപ്പോൾ ഒരു സ്ട്രക്ചറൽ ചേഞ്ച്, സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതെന്തെന്നെയാണ്? സ്ട്രക്ചറൽ ചേഞ്ച് തന്നെയാണ്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ സോഷ്യൽ ചേഞ്ച് ഷോ സ്ട്രക്ചറൽ ചേഞ്ച് നമ്മൾ പറയണേ. അപ്പോൾ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് ഘടനാപരമായ മാറ്റം തന്നെയാണ്. അതിൽ എന്തൊക്കെ മാറ്റം വരാം? മൊബിലിറ്റി, ടെക്നോളജി, സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നോംസ് ആൻഡ് വാല്യൂ. ആൻഡ് ദെൻ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ഇൻക്ലൂഡ് സ്ട്രക്ചറൽ, ഫങ്ഷണൽ ആൻഡ് ഡയലക്റ്റിക്കൽ അപ്രോച്ച്. അതേപോലെ തന്നെ ഈ ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, അതായത് പരിണാമപരമായ കാഴ്ചപ്പാടിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്? സ്ട്രക്ചറൽ, ഫങ്ഷണൽ ആൻഡ് ഡയലക്റ്റിക്കൽ അപ്രോച്ചസ്, അതായത് പ്രവർത്തനപരവും അതേപോലെ തന്നെ സംവാദാത്മകമായ സമീപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഈ എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? സ്ട്രക്ചറൽ, ഫങ്ഷണൽ ആൻഡ് ഡയലക്റ്റിക്കൽ അപ്രോച്ച്. സ്ട്രക്ചറൽ ചേഞ്ചിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നത്? മൊബിലിറ്റി, ടെക്നോളജി, സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നോംസ് ആൻഡ് വാല്യൂ. അതേപോലെ തന്നെ സ്ട്രക്ചറൽ ഫങ്ഷണൽ വ്യൂ സീ ചേഞ്ചസ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് എവല്യൂഷണറി. അതേപോലെ ഘടനാപരമായിട്ടുള്ള പ്രവർത്തനത്തെ ഏത് മാറ്റത്തിലൂടെയാണ് കാണുന്നത്? കണ്ടിന്യൂസ് ആൻഡ് എവല്യൂഷണറി. അതായത് ഘടനാപരമായ പ്രവർത്തന മാറ്റത്തെ തുടർച്ചയായി എന്തായി കാണുന്നു? പരിണാത്മക പ്രക്രിയയായി കാണുന്നു. സ്ട്രക്ചറൽ ഫങ്ഷണൽ വ്യൂ, അതായത് സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ഘടനാപരം, ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തനം. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ വ്യൂവിനെ എങ്ങനെയാണ് കാണുന്നത്? കണ്ടിന്യൂസ് ആയിട്ടും എവല്യൂഷണറി ആയിട്ടും തുടർച്ചയായിട്ടും പരിണാത്മകപരമായിട്ടും കാണുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ എന്ന ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കഷൻ നടത്താനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മാക്സിമം ഒക്കെ വലിയൊരു പാരഗ്രാഫുകളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ടീച്ചർ അതൊക്കെ ഒരു പോയിൻറ്റ്സുകളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അത് ഷോർട്ട് നോട്ട് എഴുതിയെടുക്കുക, ക്ലാസ് നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നോക്കൂ, മോഡേണൈസേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷൻ, അതായത് ആധുനികവൽക്കരണവും അതേപോലെ തന്നെ ട്രഡീഷൻ പരമ്പരാഗതയുടെ തുടർച്ചയും. മോഡേണൈസേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷൻ, അതായത് ആധുനികവൽക്കരണത്തെക്കുറിച്ചും പരമ്പരാഗതമായ കാര്യങ്ങളുടെ തുടർച്ചയെക്കുറിച്ചുമാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നോക്കൂ. പ്രധാനമായും കുറച്ച് പോയിന്റുകൾ ടീച്ചർ എഴുതിയിട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ: മോഡേണൈസേഷൻ ഈസ് എ കോമ്പോസൈറ്റ് ആൻഡ് ഐഡിയോളജിക്കൽ കൺസെപ്റ്റ് ലിങ്ക്ഡ് വിത്ത് ഐഡിയാസ് ലൈക്ക് ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ്. അതായത് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം എന്ന് പറയുന്നത് എന്താണ്? മോഡേണൈസേഷൻ ഈസ് എ കോമ്പോസൈറ്റ് ആൻഡ് ഐഡിയോളജിക്കൽ കൺസെപ്റ്റ്, സങ്കീർണവും അതേപോലെ തന്നെ ആശയപരവുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഏത്? മോഡേണൈസേഷൻ. മോഡേണൈസേഷൻ ഈസ് എ കോമ്പോസൈറ്റ്. കോമ്പോസൈറ്റ് പറഞ്ഞാൽ കോംപ്ലക്സിറ്റി, സങ്കീർണാത്മകം, സങ്കീർണത. അപ്പോൾ സങ്കീർണതയും അതേപോലെ തന്നെ ഐഡിയോളജിക്കലുമായിട്ടുള്ള ഒരു ആശയമാണ് മോഡേണൈസേഷൻ. കൂടാതെ ലിങ്ക്ഡ് വിത്ത് ഐഡിയാസ് ലൈക്ക് ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ്. അത് വികസനത്തിനെക്കുറിച്ചും ഗ്രോത്തിനെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചൊക്കെ ബന്ധപ്പെട്ടു നിൽക്കുന്നു. അപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ അതൊരു സങ്കീർണവും ഐഡിയോളജിക്കലുമായിട്ടുള്ള കൺസെപ്റ്റാണ്. അതെന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്? ഡെവലപ്മെൻറ്റ്, വികസനം. നമ്മൾ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആധുനികവൽക്കരണം ഏതിലൂടെയൊക്കെ ഉണ്ടാവുക? ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. ഡെവലപ്മെൻറ്റിലൂടെയാണ് മോഡേണൈസേഷൻ ഉണ്ടാവുക.
ഇനി ഡെവലപ്മെന്റ് പറയുമ്പോൾ വെറും ഡെവലപ്മെന്റിൽ മാത്രം നിന്നാൽ പോരെ, എന്തുണ്ടാവണം? ഗ്രോത്ത് ഉണ്ടാവണം, വളർച്ച ഉണ്ടാവണം, ആൻഡ് പ്രോഗ്രസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പുരോഗതി ഉണ്ടായിരിക്കണം. ഇതിലൂടെയൊക്കെയാണ് എന്ത് നിലനിൽക്കുന്നത്? മോഡേണൈസേഷൻ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് ഒരു കോമ്പോസൈറ്റ് ആണ്, കോംപ്ലക്സിറ്റിയാണ്, സങ്കീർണമാണ്. അതിലുപരി അതൊരു ഐഡിയോളജിക്കൽ കൺസെപ്റ്റാണ്. അത് ഡെവലപ്മെൻറ്റുമായും ഗ്രോത്തുമായും പ്രോഗ്രസ്സുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, in India, modernity cannot be understood separately from tradition. അതേപോലെ തന്നെ ഇന്ത്യയുടെ പാരമ്പര്യത്തെ, ട്രഡീഷനെ വേർതിരിച്ച് ആധുനികതയെ അതായത് ഇന്ത്യയുടെ ട്രഡീഷനെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല? ഇന്ത്യൻ മോഡേണിറ്റി മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ത്യൻ മോഡേണിറ്റിയുടെ ഒപ്പം എന്തും ഉണ്ടായിരിക്കാം? ട്രഡീഷനും ഉണ്ടായിരിക്കാം. കാരണം ഒരു ട്രഡീഷണലിൽ ആഴ്ന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ആധുനികത നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഇന്നും നമ്മളുടെ പല സംസ്കാരങ്ങളും ട്രഡീഷണൽ ആയിട്ടുള്ള പല ആചാരങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ട്രഡീഷനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും എന്തിനെ എടുത്തു കാണിക്കാൻ കഴിയില്ല? മോഡേണിറ്റിയെ എടുത്തു കാണിക്കാൻ സാധിക്കുമല്ല. അപ്പോൾ ഇന്ത്യ മോഡേണിറ്റി കനോട്ട് ബി അണ്ടർസ്റ്റുഡ് സെപ്പറേറ്റ്ലി ഫ്രം ട്രഡീഷൻ. അതായത് ഇന്ത്യയുടെ പരമ്പരാഗതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും മോഡേണിറ്റിയെ മനസ്സിലാക്കാനോ അതിനെ ഉയർത്തിക്കാണിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഇന്ത്യയുടെ പരമ്പരാഗതമായ കാര്യങ്ങൾക്കാണ് എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. അതിനോടൊപ്പം എന്തുണ്ട്? മോഡേണിറ്റിയും ഉണ്ട്. And then next point, modern value are assimilated into traditional norms, creating continuity in social change. അതുകൊണ്ട് തന്നെ ആധുനിക മൂല്യങ്ങൾ, അതേപോലെ തന്നെ പാരമ്പര്യങ്ങൾ, ആധുനിക മൂല്യങ്ങളായാലും പാരമ്പര്യങ്ങൾ തുടങ്ങിയ ഈ ഒരു മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുകയും ഇതിലൂടെ സാമൂഹ്യ മാറ്റത്തിന് എന്തുണ്ടാവും? തുടർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ മോഡേൺ വാല്യൂ ഏതുമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട്? ട്രഡീഷണൽ നോംസുമായിട്ട്. അതിലൂടെ മാത്രമേ നമുക്ക് എന്തിനെ കാണാൻ സാധിക്കൂ? സോഷ്യൽ ചേഞ്ചിനെ കാണാൻ സാധിക്കൂ. അപ്പോൾ മോഡേൺ വാല്യൂസ് ആർ അസിമിലേറ്റഡ് ഇൻ ടു ട്രഡീഷണൽ നോം. ആധുനിക മൂല്യങ്ങൾ ട്രഡീഷണൽ മാനദണ്ഡങ്ങളുമായി ഉൾക്കൊള്ളുന്നു. അതിലൂടെ മാത്രമേ സാമൂഹിക മാറ്റത്തിൻ്റെ തുടർച്ച മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഇന്ത്യനൈസേഷൻ ഓഫ് മോഡേണിറ്റി. എം.എൻ. ശ്രീനിവാസ് ഈ ഒരു പ്രക്രിയയെ ആധുനികതയുടെ ഇന്ത്യൻ വൽക്കരണം എന്ന് ആരഭിപ്രായപ്പെട്ടു? എം.എൻ. ശ്രീനിവാസ്. കുട്ടികളെ, നമ്മളുടെ ആധുനികതയെ എടുത്ത് കാണിക്കണമെങ്കിൽ ഒപ്പം എന്തും വേണം? ട്രഡീഷണൽ ആയിട്ടുള്ള നോംസും വേണം. ആ ഒരു പ്രക്രിയയെയാണ് എന്ത് പറയുക? ഇന്ത്യനൈസേഷൻ ഓഫ് മോഡേണിറ്റി. അതായത് ആധുനികതയുടെ ഇന്ത്യൻ വൽക്കരണം. ഇന്ത്യനൈസേഷൻ ഓഫ് മോഡേണിറ്റി എന്നാൽ എന്താ? ആധുനികതയുടെ ഇന്ത്യൻ വൽക്കരണം. ഇത് അഭിപ്രായപ്പെട്ടത് ആരാ? എം.എൻ. ശ്രീനിവാസ്. ആരാ എം.എൻ. ശ്രീനിവാസ്? അതായത് എം.എൻ. ശ്രീനിവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതവൽക്കരണം, സാൻഗ്രൈറ്റൈസേഷൻ എന്ന് പറയും. സാൻഗ്രൈറ്റൈസേഷന് നേതൃത്വം കൊടുത്ത ഒരു മഹാനാണ്, ഒരു സോഷ്യോളജിസ്റ്റാണ് എം.എൻ. ശ്രീനിവാസ്. അദ്ദേഹം ഈ സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഉയർന്ന ജാതിക്കാരനെ പോലെ താഴ്ന്ന ജാതിക്കാരനും ജീവിക്കാൻ ശ്രമിച്ചു. ഉയർന്ന ജാതിക്കാരൻ്റെ അതേ മൂല്യങ്ങളും അതേ ഡിസിപ്ലിനുകളും അതേ വസ്ത്രധാരണ രീതികളും അതേ ഭക്ഷണ രീതികളൊക്കെ താഴ്ന്ന ജാതിക്കാരനും സ്വീകരിക്കാൻ തുടങ്ങിയതിനെയാണ് എം.എൻ. ശ്രീനിവാസ് ഏത് പേരിൽ വിളിച്ചത്? സാൻഗ്രൈറ്റൈസേഷൻ. പക്ഷെ അതിൽ ഇവിടെ പറയണില്ലെങ്കിൽ പോലും ഈ ഇന്ത്യനൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്തെന്നെയാണ്? സാൻഗ്രൈറ്റൈസേഷനാണ്, സംസ്കൃതവൽക്കരണമാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യയുടെ ആധുനികവൽക്കരണം എപ്പോഴും ഏതിലൂടെ മാത്രമേ ഉണ്ടാകൂ എന്നാണ് പറയുന്നത്? ട്രഡീഷണൽ നോംസിലൂടെ, പരമ്പരാഗത മൂല്യങ്ങളിലൂടെയും പരമ്പരാഗത വിശ്വാസങ്ങളിലൂടെയും മാത്രമേ ഇന്ത്യയുടെ മോഡേണൈസേഷൻ നിലനിൽക്കുള്ളൂ എന്ന് ആര് വ്യക്തമാക്കി? എം.എൻ. ശ്രീനിവാസ്. അതാണ് ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഇന്ത്യനൈസേഷൻ ഓഫ് മോഡേണിറ്റി എന്ന് പറയാനുള്ള കാരണം.
ആൻഡ് ദെൻ അടുത്ത പോയിന്റ്, മോഡേൺ ആൻഡ് ട്രഡീഷണൽ നോം കോ എക്സിസ്റ്റ് റാദർ ദാൻ റീപ്ലേസിങ് ഈച്ച് അതർ കംപ്ലീറ്റ്ലി. അതേപോലെ തന്നെ ആധുനികവും പാരമ്പര്യമായ മാനദണ്ഡങ്ങൾ പരസ്പരം എങ്ങനെ നിലനിൽക്കുന്നു? സഹവർത്തിത്വത്തോടെ നിലനിൽക്കുന്നു. മോഡേൺ ആൻഡ് ട്രഡീഷണൽ നോം കോ എക്സിറ്റ് പറഞ്ഞാൽ ഒന്നിച്ച് സഹവർത്തിത്വം എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒന്നിച്ച് നിലനിൽക്കുക. എന്തൊക്കെ? മോഡേൺ ആൻഡ് ട്രഡീഷണൽ നോംസ്, ആധുനികവും പാരമ്പര്യപരമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പരസ്പരം സഹവർത്തിത്വത്തോടെ പൂർണ്ണമായും ഒന്നിച്ച് നിലനിൽക്കുന്നു. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. ഇന്ത്യയിൽ ആധുനികതയും ഉണ്ട്, ഒപ്പം എന്തുണ്ട്? ട്രഡീഷണലും ഉണ്ട്. ട്രഡീഷണലിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പരമ്പരാഗതമായ രീതികളിൽ ട്രഡീഷണൽ നോംസിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള ഒരു മോഡേണൈസേഷനാണ് എവിടെ നിലനിൽക്കുന്നത്? ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? മോഡേൺ ആൻഡ് ട്രഡീഷണൽ നോം കോ എക്സിസ്റ്റ് റാദർ ദാൻ റീപ്ലേസിങ് ഈച്ച് അതർ കംപ്ലീറ്റ്ലി എന്ന് പറയാനുള്ള കാരണം. അതേപോലെ കൾച്ചറൽ ചേഞ്ച് ഇൻ ഇന്ത്യ ഇൻവോൾവ് സിന്തസിസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, നോട്ട് ടോട്ടൽ വെസ്റ്റേണൈസേഷൻ. അതേപോലെ തന്നെ ഇന്ത്യയിലെ സാംസ്കാരിക മാറ്റം, കൾച്ചറൽ ചേഞ്ച് ഇൻ ഇന്ത്യ പറഞ്ഞാൽ എന്താ? ഇന്ത്യയുടെ സാംസ്കാരിക മാറ്റം എങ്ങനെയാണ്? പൂർണ്ണമായി പാശ്ചാത്യവൽക്കരണമല്ല, മറിച്ച് ഒരു സംയോജിത രൂപാന്തരമാണ്. ഇന്ത്യയുടെ സാംസ്കാരിക മാറ്റം പൂർണ്ണമായിട്ടും നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? നോട്ട് ടോട്ടൽ വെസ്റ്റേണൈസേഷൻ, ഒരിക്കലും ഒരു പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ സാംസ്കാരിക മാറ്റം വെസ്റ്റേണൈസേഷൻ അല്ല. അത് എന്ത് മാത്രമാണ്? ഒരു സംയോജിത രൂപമാണ്. നമുക്കറിയാം, നമ്മൾ മലയാളം സംസാരിക്കുമെങ്കിലും അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു സംയോജിതമായിട്ട് ഇംഗ്ലീഷും പറയാതെ പോവില്ല. എപ്പോഴും നമ്മളുടെ ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമെങ്കിൽ, നമ്മൾ കേരളീയരായതുകൊണ്ട് മലയാളമാണ് സംസാരിക്കുന്നത് എങ്കിലും നമ്മളുടെ ആ ഭാഷയിലും ഏതിൻ്റെ കലർപ്പുണ്ട്? വെസ്റ്റേണൈസേഷൻ്റെ കലർപ്പുണ്ട്. എന്നാൽ നമ്മൾ പൂർണ്ണമായും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ? അതില്ലേ. പൂർണ്ണമായിട്ട് നമ്മൾ ഒരിക്കലും വെസ്റ്റേണൈസേഷൻ ആയിട്ടില്ല. പക്ഷേ നമ്മളുടെ സംസ്കാരത്തിൽ ഏതിൻ്റെ സംയോജന രൂപാന്തരമുണ്ട്? വെസ്റ്റേണൈസേഷൻ്റെ ഒരു സംയോജനം, ഒരു കലർപ്പ്, ഒരു കൂടിച്ചേരൽ ഏതിലുണ്ട്? നമ്മളുടെ ലാംഗ്വേജിലുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയണത്? കൾച്ചറൽ ചേഞ്ച് ഇൻ ഇന്ത്യ ഇൻവോൾവ് സിന്തസിസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ, നോട്ട് ടോട്ടൽ വെസ്റ്റേണൈസേഷൻ. നമ്മൾ പൂർണ്ണമായും പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും നമ്മളിൽ ചെറിയ തോതിൽ എന്തുണ്ട്? ഇനിയും വെസ്റ്റേണൈസേഷൻ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ആൻഡ് വെസ്റ്റേണൈസേഷൻ ആക്ട് ആസ് ഇമ്പോർട്ടൻറ്റ് എക്സ്റ്റേണൽ ഫോഴ്സസ് ഓഫ് കൾച്ചറൽ ചേഞ്ച്. സാംസ്കാരിക മാറ്റത്തിൻ്റെ എക്സ്റ്റേണൽ ഫോഴ്സ്, ബാഹ്യ ഘടകമായിട്ട് എന്തിൻ്റെയൊക്കെ സ്വാധീനം പറയുന്നത്? ഇസ്ലാമിക് ഇൻഫ്ലുവൻസ്, ഇസ്ലാമിക സ്വാധീനവും പാശ്ചാത്യവൽക്കരണവും വെസ്റ്റേണൈസേഷനും. നമ്മളുടെ ഇന്ത്യയുടെ സാംസ്കാരിക മാറ്റത്തിൽ ബാഹ്യമായി എക്സ്റ്റേണൽ ഫോഴ്സായിട്ട് എന്തെല്ലാം ഉണ്ട്? ഇസ്ലാമിക ഇൻഫ്ലുവൻസ്, ഇസ്ലാമിക സ്വാധീനവും വെസ്റ്റേണൈസേഷൻ പാശ്ചാത്യവൽക്കരണവും ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇബ്നു ബത്തൂത്ത തുടങ്ങിയ വിദേശ സഞ്ചാരികൾ, അറബ്യൻ സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് കടൽ മാർഗം അവർ ഇന്ത്യയിലേക്ക് എത്തുകയും അവർ ഇവിടെ ഇന്ത്യയുടെ സംസ്കാരം പിന്തുടരുകയും മാത്രമല്ല അവരുടെ സംസ്കാരം ഇവിടെ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ ബാഹ്യമായിട്ട് എക്സ്റ്റേണലായിട്ട് ഏതൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? വെസ്റ്റേണൈസേഷൻ പാശ്ചാത്യവൽക്കരണവും അതേപോലെ തന്നെ ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഇസ്ലാമിക സ്വാധീനവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ചേഞ്ചിന്, കൾച്ചറൽ ചേഞ്ചിൽ ഒരു എക്സ്റ്റേണലായിട്ട് ഇസ്ലാമിക് ഇൻഫ്ലുവൻസും വെസ്റ്റേണൈസേഷനും നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ദെൻ സോഷ്യൽ ചേഞ്ച് ഓപ്പറേറ്റ് അറ്റ് മാക്രോ ലെവൽ. ഇന്ത്യയുടെ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഒരു ഏത് രീതിയിലാണ് എന്നാ പറയുന്നത്? ഒരു മാക്രോ ലെവലാണ്. മാക്രോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ഥൂലം, ഞാൻ നേരത്തെ പറഞ്ഞു, വലിയ രീതിയിൽ മൊത്തത്തിലുള്ള മാറ്റമുണ്ട്. സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാക്രോ ലെവലാണ്. ഏതിലൊക്കെ? ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വർഗം,
ഇൻഡസ്ട്രി വ്യാവസായികം, മാർക്കറ്റ്, പൊളിറ്റിക്സ്, ഇതിലൊക്കെ ഇത്തരത്തിലുള്ള സോഷ്യൽ ചേഞ്ചിലൊക്കെ ഏത് ലെവലാ? മാക്രോ ലെവലാണ്. സാമൂഹിക ചേഞ്ച്, സോഷ്യൽ ചേഞ്ച് ഓപ്പറേറ്റ് അറ്റ് മാക്രോ ലെവൽ. അത് ഏതൊക്കെ കാര്യങ്ങളിലാ മാക്രോ ലെവല്? ബ്യൂറോക്രാറ്റിക്, ഇൻഡസ്ട്രി, മാർക്കറ്റ്, പൊളിറ്റിക്സ്. ഈ 4 ഘടകങ്ങളിലും സാമൂഹിക മാറ്റം ഏത് ലെവലിലാ? മാക്രോ ലെവലിലാ, വലിയ രീതിയിലാ. എന്നാൽ മൈക്രോ ലെവലിലുള്ള സാമൂഹിക മാറ്റം എന്ന് പറയുമ്പോൾ എന്തൊക്കെയൊക്കെ വരിക? ഫാമിലി. നമ്മളിലൊക്കെ സാമൂഹിക മാറ്റം എങ്ങനെയുള്ളൂ? ഇപ്പോഴും ഒരു മൈക്രോ ലെവലിലേ വന്നിട്ടുള്ളൂ. ഫാമിലിയിലും, കാസ്റ്റ്, ജാതിയിലും, കിൻഷിപ്പ്, രക്തബന്ധത്തിലും, ട്രൈബ്, ഗോത്രത്തിലൊക്കെ ഉള്ള സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് ഏത് ലെവലിലാണ്? ഒരു മൈക്രോ ലെവലാണ്. അപ്പൊ മക്കളെ, സോഷ്യൽ ചേഞ്ച് 2 ലെവലിലുണ്ട്. മൈക്രോ ലെവലും ഉണ്ട്, മാക്രോ ലെവലിലും ഉണ്ട്. മാക്രോ ലെവലിൽ വരുന്നത് ഏതൊക്കെ? ബ്യൂറോക്രസിയും, ഇൻഡസ്ട്രിയും, മാർക്കറ്റും, പൊളിറ്റിക്സും. അതൊക്കെ സോഷ്യൽ ചേഞ്ച് മാക്രോ ലെവലിലാണ് വരിക. എന്നാൽ സോഷ്യൽ ചേഞ്ച് മൈക്രോ ലെവലിൽ വരിക എന്നത് ഏതിലൊക്കെയാണ്? ഫാമിലിയിലും, കാസ്റ്റിലും, കിൻഷിപ്പിലും, ട്രൈബിലൊക്കെ ഏത് ലെവലിലാണ് വരുന്നത്? ഒരു മൈക്രോ ലെവലിലാണ് വരുന്നത്. ആൻഡ് ദെൻ മാക്രോ സ്ട്രക്ചേഴ്സ് ഹാവ് പാൻ ഇന്ത്യൻ ഇൻഫ്ലുവൻസ് വൈൽ മൈക്രോ സ്ട്രക്ചേഴ്സ് ഹാവ് ലിമിറ്റഡ് ബൗണ്ടറി. ഒരു മാക്രോ ലെവലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? പാൻ ഇന്ത്യൻ ഇൻഫ്ലുവൻസേഴ്സ്, അതായത് ദേശവ്യാപകമായ സ്വാധീനമായിരിക്കും. എന്നാൽ ഒരു മൈക്രോ ലെവലിലായിരിക്കുമ്പോൾ ലിമിറ്റഡ്, ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കും, ഒരു അതിർത്തി ഉണ്ടായിരിക്കും, ഒരു പരിധി ഉണ്ടായിരിക്കും. മാക്രോ സ്ട്രക്ചർ ആകുമ്പോൾ പാൻ ഇന്ത്യൻ ഇൻഫ്ലുവൻസ്, മൊത്തത്തിലുള്ള സ്വാധീനവും വിദേശ ശക്തികളുടെ മൊത്തത്തിലുള്ള സ്വാധീനവും മാക്രോ സ്ട്രക്ചർ ആകുമ്പോൾ. ഒരു മൈക്രോ സ്ട്രക്ചർ ആകുമ്പോൾ ഒരു ലിമിറ്റഡ് ബൗണ്ടറി, ഒരു അതിർവരമ്പ് ഉണ്ടായിരിക്കും. യോഗേന്ദ്ര സിംഗ് എംഫസൈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു സ്റ്റഡി മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആധുനികവൽക്കരണത്തെ പഠിക്കാൻ ഏത് സമീപനം ആവശ്യമാണ് എന്നാണ് യോഗേന്ദ്ര സിംഗ് പറഞ്ഞത്? ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്, ഒരു സംയോജിത സമീപനം. യോഗേന്ദ്ര സിംഗ് എംഫസൈസ് ആൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ടു സ്റ്റഡി മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു സംയോജിത സമീപനം ആവശ്യമാണെന്ന് യോഗേന്ദ്ര സിംഗ് അഭിപ്രായപ്പെട്ടു. അതേപോലെ ലാസ്റ്റ് പോയിന്റിൽ എന്താ പറയണത് നോക്കൂ. Modernization in India is historical, complex and contradictory, not a uniform, universal process. ഇന്ത്യയിലെ ആധുനികവൽക്കരണം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ, ചരിത്രപരവും, കോംപ്ലക്സ്, സങ്കീർണപരവും, കോൺട്രാഡിക്റ്ററി, അതായത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതും, അതേപോലെ തന്നെ നോട്ട് എ യൂണിഫോം, ഏകീകൃതമല്ലാത്തതും, ഒരു യൂണിവേഴ്സൽ പ്രോസസ്, ഒരു സാർവത്രികമായിട്ടുള്ള ഒരു പ്രക്രിയയുമാണ്. ഇപ്പം ഇന്ത്യയുടെ ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ്? ഹിസ്റ്റോറിക്കലാണ്, ചരിത്രപരമാണ്, കോംപ്ലക്സ് ആണ്, സങ്കീർണമാണ്, കോൺട്രഡിക്റ്ററി ആണ്, വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്, നോട്ട് എ യൂണിഫോം, ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഇല്ലാത്തതാണ്, എന്നാൽ അതൊരു യൂണിവേഴ്സൽ പ്രോസസ്സുമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ്? ഹിസ്റ്റോറിക്കൽ, കോംപ്ലക്സ്, കോൺട്രഡിക്റ്ററി, നോട്ട് എ യൂണിഫോം, യൂണിവേഴ്സൽ പ്രോസസ്. അതേപോലെ തന്നെ 4 രീതിയിൽ 4 ടൈപ്സ് ഓഫ് തിയറിറ്റിക് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ സോഷ്യോളജി. ഇന്ത്യൻ സോഷ്യോളജിയുടെ വികസനത്തെ 4 ഘട്ടങ്ങളാക്കിയിട്ടാണ് തിരിച്ച്. ടീച്ചർ വെറും പോയിന്റ്സ് ആക്കിയിട്ട് അവിടെ എഴുതിയിട്ടിട്ടുള്ളൂ. ഏതൊക്കെ ഘട്ടങ്ങളാ? ഫിലോസഫിക്കൽ തിയറിറ്റിക്കൽ ഓറിയന്റേഷൻ, കൾച്ചറോളജിക്കൽ ഓറിയന്റേഷൻ, സ്ട്രക്ചറൽ തിയറിറ്റിക് ഓറിയന്റേഷൻ ആൻഡ് ഡയലറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ഓറിയന്റേഷൻ. അപ്പം നിങ്ങൾ മോഡേണൈസേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷൻ എന്ന ടോപ്പിക്ക് എഴുതുമ്പോൾ ഈ പോയിന്റ്സും കൂടി അതിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 4 രീതിയിലൂടെയാണ്. ഏതൊക്കെയാണത്? ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ആ ഒരു ഇന്ത്യയുടെ മോഡേണൈസേഷൻ കടന്നു പോകുന്നത്? ഫിലോസഫിക്കൽ തിയറിറ്റിക്കൽ ഓറിയന്റേഷൻ, അതേപോലെ തന്നെ പിന്നെ കൾച്ചറോളജിക്കൽ ഓറിയന്റേഷൻ, സാംസ്കാരികപരമായിട്ടുള്ള സമീപനമായിട്ടും, സ്ട്രക്ചറൽ ആൻഡ് തിയറിറ്റിക്കൽ ഓറിയന്റേഷൻ, അതേപോലെ തന്നെ
ഡയലറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ഓറിയന്റേഷൻ, അതേപോലെ തന്നെ വൈരുദ്ധ്യ ചരിത്രപരമായ സമീപനമായിട്ട്, ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യൻ മോഡേണൈസേഷൻ അഥവാ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് തിയറിറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മോഡേണൈസേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷൻ എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾക്ക് ഡിസ്കഷൻ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ 3ാമത്തെ യൂണിറ്റും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലെല്ലാ ടോപ്പിക്കും നമ്മൾ വളരെ ലളിതമായ പോയിന്റുകളിലൂടെ വ്യക്തമാക്കി തന്നു. ആദ്യം നമ്മൾ ഐഡിയോളജിക്കൽ ഇമേജ് ഓഫ് ഇന്ത്യയും പ്ലൂറാലിസവും നാഷണലിസവും, അതേപോലെ ഇന്ത്യൻ സിവിലൈസേഷനും, സോഷ്യൽ ചേഞ്ച് ആൻഡ് മോഡേണൈസേഷൻ ഇൻ ഇന്ത്യ, മോഡേണൈസേഷൻ ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ട്രഡീഷൻ, ഇപ്പോൾ എടുത്ത ടോപ്പിക്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ നമുക്ക് ഡിസ്കഷൻ നടത്താം കേട്ടോ. ഓക്കെ.